നല്ല ആത്മീയ വിരുന്നിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വചനത്തിൻ്റെ സത്യം ഗ്രഹിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കൈകൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. ദൈവത്തിൻ്റെ പൊന്നു തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട കഴിഞ്ഞുപോയ മണിക്കൂറുകൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ കാണുവാനും അനുഭവിക്കുവാനും ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പാടുന്ന നമ്മുടെ ജീവിതത്തിൽ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം ഉണ്ടായാൽ നാം അതിനോട് സഹകരിക്കുമോ? ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നമുക്ക് പരിമിതപ്പെടുത്താനോ പ്രോഗ്രാമിൽ ഒതുക്കാനോ കഴിയത്തില്ല. മേഘനിമിത്തം പുരോഹിതന്മാർക്ക് ശുശ്രൂഷിപ്പാൻ കഴിഞ്ഞില്ല എന്ന വാക്യത്തിൻ്റെ അർത്ഥം എനിക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട്. പുരോഹിതന്മാർ ഒരു പ്രോഗ്രാം ഷീറ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ആരൊക്കെ പ്രാർത്ഥിക്കണം, ആരൊക്കെ പാടണം, എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എത്ര മണിക്ക് നിർത്തണം എന്നുള്ള ഒരു പ്രോഗ്രാം ഷീറ്റ് ഉണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ തേജസ് ആലയത്തിൽ നിറഞ്ഞപ്പോൾ അവരുടെ പ്രോഗ്രാം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. പ്രോഗ്രാം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയും ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങാതിരിക്കുകയും ചെയ്താൽ എന്താ പ്രയോജനം? പത്രോസ് ഒരു പ്രസംഗം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ പത്രോസ് ഒരു പ്രസംഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല പ്രസംഗമാണ്, സിസ്റ്റമാറ്റിക് പ്രസംഗമാണ്. മുഖപക്ഷമില്ലാത്ത ദൈവം, ഇതാണ് വിഷയം. മുഖപക്ഷമില്ലാത്ത ദൈവം. വളരെ നന്നായിട്ട് ആ പ്രസംഗം കത്തിക്കയറി വന്നപ്പോൾ പ്രസംഗം ഉഴപ്പിപ്പോയി. നോട്ട് എഴുതിക്കൊണ്ടിരുന്നവർക്ക് എഴുതാൻ മേലാത്ത അവസ്ഥ വന്നു. പ്രസംഗം കണ്ടിന്യൂ ചെയ്യാൻ മേലാത്ത അവസ്ഥ വന്നു. കേൾവിക്കാർ മുഴുവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. കേൾവിക്കാർ മുഴുവൻ അന്യഭാഷ പറയാൻ തുടങ്ങി. കേൾവിക്കാർ പ്രവചിക്കാൻ തുടങ്ങി. അവർ നൃത്തം ചെയ്യാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ പല വിധത്തിൽ വെളിപ്പെടാൻ തുടങ്ങി. പ്രസംഗികൻ പ്രസംഗം നിർത്തേണ്ടി വന്നു. അങ്ങനെയുള്ള മീറ്റിങ്ങിനെ പ്രസംഗശാസ്ത്രജ്ഞന്മാർ എങ്ങനെ കാണും? അങ്ങനെയുള്ള മീറ്റിങ്ങിനെ തിയോളജിയന്മാർ എങ്ങനെ കാണും? നല്ലൊരു പ്രസംഗമായിരുന്നു, അത് ഉഴപ്പിക്കളഞ്ഞു എന്ന് പറയും. എന്നാൽ സ്വർഗത്തിലെ ദൈവം പറയും, ഇതാണ് നടക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനം കുറേ നേരം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ജനങ്ങളിലേക്ക് ഇറങ്ങി വരിക എന്നുള്ളതാണ് അതിൻ്റെ ആത്യന്തികമായ റിസൾട്ട്. വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആത്മാവ് വന്നു എന്നത് ഒരനുഭവമാണെങ്കിൽ, ആത്മസ്നാനവും അഭിഷേകവും അന്യഭാഷയും എല്ലാം കഴിഞ്ഞിട്ട് വചനം ശുശ്രൂഷിച്ചതും ബൈബിളിലുണ്ട്. അത് അപ്പോസ്തല പ്രവൃത്തി 2-ലാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ൽ അവർ വചനം പ്രസംഗിച്ചില്ല, അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. 10 ദിവസത്തെ പ്രാർത്ഥനയുടെ ഒടുവിൽ ആത്മശക്തി അവരിലേക്ക് ഇറങ്ങി വന്നു. ആരും പ്രസംഗിച്ചില്ല, പ്രാർത്ഥിച്ചതേ ഉള്ളൂ. ഒരു അഗ്നിനാവിൻ്റെ ദർശനം അവർക്കുണ്ടായി. അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. എല്ലാവരും അന്യഭാഷകളിൽ സംസാരിച്ചു. എത്ര നേരം സംസാരിച്ചെന്ന് അറിഞ്ഞുകൂടാ. എന്തൊക്കെ പ്രകടനങ്ങൾ ഉണ്ടായി എന്നറിഞ്ഞുകൂടാ. വലിയ മുഴക്കമുണ്ടായി എന്നവിടെ എഴുതിയിട്ടുണ്ട് ലൂക്കോസ്. കാറ്റടിക്കുന്നത് പോലെ ഫീൽ ചെയ്തെന്ന് എഴുതിയിട്ടുണ്ട്. ആൾക്കാർ ഓടിക്കൂടിയെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം എന്തൊക്കെയോ സംഭവിച്ചു. എന്നാൽ ആ സംഭവം എത്ര മണിക്കൂർ നീണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് കഴിഞ്ഞിട്ട് വളരെ ശാന്തമായ വചന ശുശ്രൂഷ
പത്രോസ് നടത്തി. ഇത് രണ്ടും പെന്തക്കോസ്തിൻ്റെ അനുഭവങ്ങളാണ്. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അവിടെ നടന്നുകൊണ്ടിരുന്നു. ഒരു പ്രവാചകന്റെ ശുശ്രൂഷയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അഭിഷേകത്തിൻ്റെ ചലനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ സമയമായിരുന്നു ഇതുവരെ. ഈ അന്തരീക്ഷത്തിൽ ദൈവത്തിൻ്റെ വചനം ശാന്തമായി ശ്രദ്ധിക്കുന്നത് മനോഹരമാണ്. ഞാനിവിടെ ആരാധനയുടെ സമയത്ത് ശ്രദ്ധിച്ചു. ഏതാണ്ട് 80% ആളുകളും അതിനകത്ത് എൻജോയ് ചെയ്യുന്നുണ്ട്. എന്നാൽ ചില ആളുകൾക്കത് മനസ്സിലാകുന്നില്ല. ചില ആളുകൾ അത്ഭുതത്തോടെ അതിലിരിക്കുന്നതും ഞാൻ കണ്ടു. ആരുടെയും കുറ്റമല്ല, അവർക്കറിയാത്തത് കൊണ്ടാണ്. ഇതെല്ലാം ബിബ്ലിക്കലാണ്. പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ രോഗി സൗഖ്യമായി. അതൊക്കെ അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയ കാര്യമാണ്. എഴുതാത്ത എത്രയോ കാര്യങ്ങളുണ്ട്. ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്പോസ്തല പ്രവൃത്തികളിൽ എഴുതേണ്ടതാണ്. അതുപോലെ നടന്നുകൊണ്ടിരിക്കുക ലോകം മുഴുവൻ. ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. അത് എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളതിൽ കൂടുതൽ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ സഭയിലോ എൻ്റെ ലീഡേഴ്സിലോ കണ്ടിട്ടുള്ളതിനേക്കാൾ വലുത് ഈ തലമുറയിൽ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനേത് കുഞ്ഞുങ്ങളെയും ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. ഞാൻ ഈ ആഴ്ചയിൽ റീനാഡ് ബോങ്കയുടെ ജീവചരിത്രം വായിക്കുകയായിരുന്നു. വായിച്ചപ്പോൾ ഒരു സ്ത്രീ റീനാഡ് ബോങ്കയുടെ യോഗത്തിൽ പോയി. അവിടെ ഇരുന്നോണ്ട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇദ്ദേഹത്തിന് 1,00,000 ആത്മാക്കളെ നീ കൊടുത്തല്ലോ, എനിക്ക് 100 ആത്മാക്കളെ തരാമോ? വളരെ കരഞ്ഞു പ്രാർത്ഥിച്ചു. അവരുടെ മനസ്സിലൊരു പ്രേരണയുണ്ടായി, റീനാഡ് ബോങ്കയെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിക്കണം. പക്ഷെ നടക്കാത്ത കാര്യമാണ്. അത്ര ലക്ഷങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങിൽ കൂടുന്നത്. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തക്കതായ രോഗമൊന്നും ഇവർക്കില്ല. വോളണ്ടിയേഴ്സ് ഇവരെ അങ്ങോട്ട് അടുപ്പിക്കത്തില്ല. പക്ഷെ അവർ ദീർഘവർഷം അതിനുവേണ്ടി കാത്തിരുന്നു. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു. എവിടെയോ ഒരറിവ് അവർക്ക് കിട്ടി. ഒരു കൊച്ചു യോഗത്തിൽ, ഒരു ചെറിയ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ടെന്ന്. അവിടേക്ക് ഈ സഹോദരി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു. അവരുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ താമസിച്ചു. മീറ്റിങ്ങിന് തുടങ്ങുന്നതിന് മുമ്പ് അവിടെ ചെന്നു. മുമ്പ് ചെന്നിട്ട് ഫ്രണ്ടിലത്തെ സീറ്റിൽ പോയിരുന്നു. ആരും വന്നിട്ടില്ല. ആ സഹോദരിയും അവരുടെ ഫ്രണ്ടും കൂടെ ഫ്രണ്ടിൽ പോയിരുന്നു. ഇരുന്നപ്പോൾ വേറൊരു സഹോദരി, പ്രായമുള്ള അമ്മച്ചി, വന്നിട്ട് അടുത്തിരുന്നിട്ട് കയ്യെ പിടിച്ചിട്ടൊരു ദൂത് പറയുക, നീ നാളുകളായി ആഗ്രഹിച്ചിരുന്ന കാര്യം ഇന്ന് നടക്കാൻ പോവുക. അവർക്ക് വിശ്വാസം കുറവിടെ വർദ്ധിച്ചു. ആ ദൈവദാസനെ ശുശ്രൂഷിക്കാൻ വന്നു. അദ്ദേഹം സാധാരണ ചെയ്യുന്നത് പോലെ രക്ഷിക്കപ്പെടാനുള്ള ആളുകളെ, പാവികളെ ആദ്യമേ വിളിച്ചു. ഈ സഹോദരി ചാടി എഴുന്നേറ്റ് പെട്ടെന്ന് നാണിച്ച് അവിടെ ഇരുന്നു. കാരണം ഞാൻ പാവിയല്ലല്ലോ. രണ്ടാമത് രോഗിയെ വിളിച്ചു. ചുരുക്കി പറഞ്ഞാൽ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം അദ്ദേഹത്തിന് നിയോഗം കൊടുത്തു. അദ്ദേഹം ആ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു വലിയ അത്ഭുതം അവിടെ നടന്നു. അത് ഞാൻ വിവരിക്കുന്നില്ല. അവർ ആരാണെന്നോ എന്താണെന്നോ ഒന്നും പിന്നീട് ആരും അറിഞ്ഞില്ല. അവരവരുടെ സ്വന്തം നാട്ടിൽ ചെന്ന് വിധവമാരെയും വിവാഹമോചനം നേടിയ സ്ത്രീകളെയും നിരാശരായവരെയും എല്ലാം വിളിച്ചുകൂട്ടി പ്രാർത്ഥന ആരംഭിച്ചു. അതൊരു വലിയ ഉണർവ് യോഗമായി വളർന്നു. ആരോ പറഞ്ഞ് ഈ വിവരം റീനാഡ് ബോങ്കെ അറിഞ്ഞു. റീനാഡ് ബോങ്കെ യോഗം നടത്തിയ അതേ സ്റ്റേഡിയത്തിൽ ഈ സ്ത്രീ യോഗങ്ങൾ നടത്താൻ തുടങ്ങി. ഈ മനുഷ്യൻ ഈ യോഗം കാണാൻ പോയി. ഈ മനുഷ്യൻ ആ യോഗസ്ഥലത്തെത്തി ആരെയും അറിയിക്കാതെ ഏറ്റവും പുറകിലിരുന്ന് ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് അദ്ദേഹം അവിടെ വന്നു എന്ന് ആരെയും അറിയിക്കാതെ തിരിച്ചുപോയി. ആ നടന്ന സംഭവം തൻ്റെ ജീവിതത്തിൽ എഴുതി വെച്ചു. ദൈവത്തിന് ആരെയും ഉപയോഗിക്കാൻ കഴിയും. ദൈവത്തിന് ഏത് വിധത്തിലും പ്രവർത്തിക്കാൻ കഴിയും. ദൈവത്തിൻ്റെ പ്രവർത്തികളൊന്നും തീർന്നു പോയിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ നമുക്ക് വിശ്വാസമുള്ളവരായിത്തീരാം. നമുക്ക് ഒരു ഉയർന്ന കാഴ്ചപ്പാടുള്ളവരായിത്തീരാം.
ദൈവം വലിയവ ചെയ്യട്ടെ. മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ നിന്നായിരുന്നു. നിങ്ങൾക്ക് ഈ ബോർഡിൽ ആ വാക്യം വരുന്നുണ്ട്, നോക്കുക. ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ബൈബിൾ തുറക്കുക. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 22-ാമത്തെ വാക്യം ആരെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തി വായിക്കാം. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. ഈ വേദഭാഗം തുടർച്ചയായി സംസാരിക്കുന്നത് കൊണ്ട് മുഖവുരകൾ പറയുന്നില്ല. ഇതിൽ നിന്ന് നാം ഒന്നാമത് പഠിച്ചത് മനുഷ്യൻ്റെ മുമ്പിൽ ദൈവം തൻ്റെ ഹൃദയം പകരാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത് പഠിച്ചത് ദൈവത്തിന് നീതിയും സ്നേഹവുമുണ്ട്, രണ്ടും വിട്ടുവീഴ്ചയില്ലാത്തതാണ്. മൂന്നാമത് നാം ചിന്തിക്കാൻ പോകുന്നത്, എഴുതുന്നവർക്ക് എഴുതാം, നിങ്ങളുടെ ഫയല് നഷ്ടപ്പെടുത്തരുത്. മൂന്നാമത്തെ കാര്യം, ഈ അബ്രഹാം നടത്തിയ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന മൂന്നാമത്തെ ലെസൺ, സർവശക്തനെ മനുഷ്യന് പിടിച്ചു നിർത്താൻ കഴിയും. സർവശക്തനെ മനുഷ്യന് പിടിച്ചു നിർത്താൻ കഴിയും. അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് സോദോമിലേക്ക് പോകാൻ ഇറങ്ങിയ ദൈവപ്രത്യക്ഷതയിലെ 3 പുരുഷന്മാരിൽ ഒരുവനെ അബ്രഹാം പിടിച്ചു നിർത്തി. അബ്രഹാം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ യഹോവയായ ദൈവം അവിടെ നിന്നു എന്ന് വ്യക്തമാണ്. നമുക്ക് ബൈബിളിൽ നോക്കാം. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 10-ാമത്തെ വാക്യം കിട്ടിയവർ ഉറക്ക വായിക്കാം. ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക. ദൈവം മോശയോട് പറഞ്ഞ വാക്കാണ്. ഒരു വ്യാഖ്യാനവും വേണ്ട, സിമ്പിളായിട്ട് പഠിച്ചാൽ മതി. മോശ വിട്ടില്ലെങ്കിൽ ദൈവത്തിന് പോകാൻ പറ്റുകയില്ല. ആര് പറഞ്ഞു? ദൈവം പറയുക, എന്നെ നീ വിട്, നീ വിടാതെ എനിക്ക് പോകാൻ പറ്റില്ല. സർവശക്തനെ മനുഷ്യന് പിടിച്ചു നിർത്താമോ? പിടിച്ചു നിർത്താം. മറ്റൊരു വാക്യം, ഉൽപ്പത്തി പുസ്തകം 32:26. എന്നെ വിടുക. ആദ്യം വായിച്ചതിനേക്കാൾ കുറെ കൂടെ തെളിഞ്ഞ വാക്യമാണിത്. ഇത് യാക്കോബാണ് പറയുന്നത്. യാക്കോബിനോട് ദൈവം പറയുകയാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൂതൻ പറയുകയാണ്, എന്നെ വിടുക. എന്താണ് അതിന്റെ അർത്ഥം? പുഴുവായ യാക്കോബ് വിട്ടില്ലെങ്കിൽ സർവശക്തനായ ദൈവത്തിന് പോകാൻ പറ്റുകയില്ല. ഈ സത്യം ഇന്ന് രാത്രി നമ്മുടെ അകത്ത് കയറണം. അത് നാം ഗ്രഹിച്ചിട്ട് നാം ദൈവത്തെ സ്തുതിക്കണം. മനുഷ്യന്റെ ബലം ആണോ ഇവിടെ കാണുന്നേ? സർവശക്തനായ ദൈവത്തെ പുഴുവായ മനുഷ്യനെ പിടിച്ചു നിർത്താൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. പിന്നെ എന്താണിത്? ഇവിടെ ദൈവത്തിന്റെ മനസ്സാണ് നാം കാണുന്നത്. മധ്യസ്ഥ പ്രാർത്ഥനയെ ദൈവം എത്രമാത്രം ആദരിക്കുന്നു എന്നാണ് ആ സത്യം വെളിപ്പെടുത്തുന്നത്. യാക്കോബ് പ്രാർത്ഥിക്കാനായി നിന്നപ്പോൾ ദൈവം പറയുക, നീ വിടാതെ എനിക്ക് പോകാൻ പറ്റുകയില്ല, നീ വിടാതെ എനിക്ക് പോകാൻ പറ്റുകയില്ല. ഇത് നമ്മുടെ അകത്ത് കയറിയാൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം വ്യത്യാസപ്പെടും. നാം പിടിച്ചാൽ ദൈവം നിൽക്കും. എങ്കിൽ പിന്നെ എന്താ പിടിക്കാത്തെ? പ്രാർത്ഥനയിൽ ഒരു പടി കൂടെ കടന്നു വരുവാൻ ഞാൻ നിങ്ങളെ ഇന്ന് രാത്രി പ്രബോധിപ്പിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ ഈ ഉണർവ് പോകരുത്. വ്യക്തിപരമായി
നിങ്ങൾ മുട്ടിന്മേൽ നിൽക്കുന്നവരാകണം. ദൈവം അനുഗ്രഹിച്ച കുടുംബങ്ങളൊക്കെ മുട്ടുകുത്തിയുള്ള പ്രാർത്ഥന ഏറെക്കുറെ നിർത്തി. കാരണം എന്നാ? ദൈവം ഞങ്ങളെ മാനിച്ചു പാസ്റ്ററെ. ഇപ്പം ഞങ്ങൾക്ക് നല്ല സോഫായിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു നല്ല കാലം ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുകയാണ്. അത് നല്ല കാലമാണോ കഷ്ടകാലമാണോ എന്ന് നമുക്ക് വിലയിരുത്താം. ഞാൻ ബൈബിൾ പരിശോധിച്ചപ്പോൾ 9 ഭക്തന്മാർ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അതിലൊരാള് ദാനിയേലാണ്. ദാനിയേൽ നല്ല പ്രായത്തിൽ എത്തിക്കഴിഞ്ഞ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരുന്നു. നമുക്കത് സാധിക്കാതെ പോയി എങ്കിൽ ഇനി സാധിക്കാൻ വിഷമ. മറ്റു ചില സമുദായക്കാര്, മറ്റു ചില മതക്കാര് അവരുടെ ആ കറക്റ്റ് സമയമാകുമ്പോൾ മുട്ടുകുത്തുന്നു ഞാൻ ശ്രദ്ധിക്കുന്നു. ഞാനൊരിക്കൽ എറണാകുളത്ത് നിന്ന് ബോംബെക്ക് പോകുന്ന ട്രെയിനിൽ കയറി പോവുകയാണ്. ട്രെയിൻ തൃശ്ശൂർ എത്താറായപ്പോൾ ചാലക്കുടിക്ക് അടുത്ത് ഡിവൈൻ നഗർ എന്നൊരു റെയിൽവേ സ്റ്റേഷനുണ്ട്. പുതുതായിട്ടുണ്ടായ റെയിൽവേ സ്റ്റേഷനാണ്. കേരളത്തിലെ അത്ഭുതങ്ങളിൽ ഒന്നാണത്. ആ റെയിൽവേ സ്റ്റേഷൻ പുതുതായിട്ടുണ്ടായതാണ്. എങ്ങനെ ഉണ്ടായെന്നറിയാമോ? ഒരു കത്തോലിക്ക പുരോഹിതൻ ഒരു പ്രാർത്ഥന ആരംഭിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായി ഉണ്ടായതാണ് ഡിവൈൻ നഗർ റെയിൽവേ സ്റ്റേഷൻ. ജനങ്ങൾ അവിടേക്ക് ഓടിക്കൂടാൻ തുടങ്ങി. അവിടെ നിന്ന് കുറെ ആളുകൾ എൻ്റെ കമ്പാർട്ട്മെന്റിൽ കയറിയത് മുഴുവൻ സ്ത്രീകൾ. അവർ റിസർവ് ചെയ്തിരുന്നതാണത്. എനിക്കൊരു സീറ്റ് അവിടെ ഉണ്ടായിരുന്നു. സൈഡ് ബെർത്ത് മോളിൽ ഞാൻ ഇരിക്കുക. ഈ സ്ത്രീകൾ കയറി വന്നു. പെട്ടെന്ന് ലഗേജ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് പ്രായമുള്ള ഒരു അമ്മച്ചി പറയും, ഓക്കെ ലെറ്റ് us pray. ഞാൻ അന്തം വിട്ടുപോയി. ഞാൻ അവരിൽ നിന്ന് കാണാമെന്ന് വെച്ച് നോക്കി. 74 വയസ്സുള്ള അമ്മച്ചിയാണ് ലീഡ് ചെയ്യുന്നത്. ഒട്ടും അതിശയോക്തിയല്ല. ആ കയറി വന്ന സ്ത്രീകൾ ഓടുന്ന തീവണ്ടിയിൽ മുട്ടുകുത്തി. പായില്ല, പരവതാനിയില്ല, മുട്ടുകുത്തിയിട്ട് ഇപ്പൊ ഇവിടെ പാടിയ പാട്ടുകളൊക്കെ തന്നെ പാടി. ഇപ്പൊ ഇവിടെ കേട്ട പ്രൈസ് ആൻഡ് വർഷിപ്പിന്റെ ഗാനങ്ങൾ തന്നെ പാടുക. എത്ര? അരമണിക്കൂർ പാടി. അത്രയും നേരം ഇവർ മുട്ട നിന്നു. എനിക്ക് ഭയങ്കര ലജ്ജയും കുറ്റബോധവും തോന്നി. ഞാൻ ഇന്ന് വരെ ഓടുന്ന ട്രെയിനെ മുട്ടുകുത്തിയിട്ടില്ല. അത്രയ്ക്കൊന്നും താന്ന പണിയൊന്നും ചെയ്യാൻ എന്നെപ്പോലെ ഒരാളെ കിട്ടത്തില്ല. പക്ഷെ എനിക്ക് അവരുടെ ആത്മീയത അംഗീകരിക്കാനും പറ്റത്തില്ല. കാരണം അവരെന്റെ സഭയിലല്ലല്ലോ. മുട്ടൊക്കെ കുത്തിക്കോ, പക്ഷെ നിങ്ങൾ സ്വർഗത്തിൽ വരുമെന്നൊന്നും ഞാൻ സമ്മതിക്കുകയില്ല. അഥവാ വന്നാൽ ഞാൻ ഇറങ്ങിപ്പോവുകയും ചെയ്യും. കാരണം ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയല്ല ആണെന്നേ. എൻ്റെ കാര്യം പറയാം, നിങ്ങളുടെ ആരുടെയും കാര്യമല്ല. ഞാൻ ആകെ കൺഫ്യൂഷനായി. ദൈവം എന്നോട് പറഞ്ഞു, നീ കാണ, നിന്നെ ഈ കമ്പാർട്ട്മെന്റ് കയറ്റി എന്തിനാണെന്നറിയോ? ഇത് കാണിക്കാനാ. ഈ വണ്ടിയിൽ എന്തോ ഒരു സീറ്റുള്ളതാ, കാണാൻ പറഞ്ഞു. 60 കൊല്ലം മുമ്പ് നിന്റെ പിതാക്കന്മാർ ഇങ്ങനെയായിരുന്നു. അവർ നടുറോട്ടി മുട്ടുകുത്തുന്നവരായിരുന്നു. അതിന്റെ നന്മ വന്നിട്ട് ഇപ്പൊ നീ മെത്തയിലിരുന്ന് പ്രാർത്ഥന തുടങ്ങി. ദൈവത്തെ പിടിച്ചു നിർത്തുന്ന മനുഷ്യരായിരുന്നു ഇതിന്റെ എല്ലാം തുടക്കക്കാര്. ഞാൻ ഇവർ ഈ പ്രൈസ് ആൻഡ് വർഷിപ്പിന്റെ പാട്ട് പാടിയപ്പോൾ ഞാനും കൂടെ പതുക്കെ മൂളിപ്പാട്ട് പാടി. എന്നാ കുഴപ്പം? അതിൻ്റെ ഏറ്റവും ഒടുവിൽ മാതാവിനോടുള്ള ഒരു 2 വരി പാടി. അന്നേരം ഞാൻ മിണ്ടാതിരുന്നു. എല്ലാം കഴിഞ്ഞ് അമ്മച്ചിമാർ എഴുന്നേറ്റ് സീറ്റിൽ ഇരുന്നപ്പോൾ ഞാൻ ഈ മൂളെന്നൊക്കെ കേട്ടല്ലോ. എന്നോട് ചോദിച്ചു, ഫാദറാണോ? ഞാൻ പറഞ്ഞ ആ. ഞാൻ ആന്ന് പറഞ്ഞത് എനിക്ക് 3 മക്കളുള്ളതുകൊണ്ടാണ്.
അപ്പൊ എൻ്റെ ആ തലയാട്ടിനകത്തൊരു ഇച്ചിരി കുഴപ്പമുണ്ടെന്ന് മനസ്സിലായ അമ്മച്ചി എടുത്ത് ചോദിച്ചു, വാട്ട് യു മീൻ? ഞാൻ പറഞ്ഞു, ഞാൻ ഒരു സുവിശേഷകനാ. ഓ ഓക്കെ, ഞങ്ങൾ നിങ്ങളെ പോലെ ആയിക്കൊണ്ടിരിക്കുക. ആ ഒടുവിലത്തെ 1-2 ലൈനൂടെ മാറാനുള്ളൂ. എന്ത് ക്ലിയർ ആയിട്ടാ പറയുന്നത്. എന്നിട്ടും എൻ്റെ ഉള്ളിൽ ഇച്ചിരി ഒരു വിഷമമുണ്ട്. സ്തോത്രം. ഞാൻ ആ യാത്രയിൽ മുഴുവനും അവർ ദൈവവചനം വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഷെയർ ചെയ്യുന്നതും ബിഹേവ് ചെയ്യുന്നതും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചു. ഓ, ദൈവം ഇത്ര വലിയ മാറ്റം നമ്മുടെ സമൂഹത്തിൽ വരുത്തിയല്ലോ എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിച്ചു. മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമായിരുന്നു നമ്മുടേത്. നമുക്കവിടേക്ക് മടങ്ങി വരാം. ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തുന്നവൻ മനുഷ്യന്റെ മുമ്പിൽ മുട്ടുകുത്തുകയില്ല. ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തുന്നവൻ പ്രശ്നങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തുകയില്ല. ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തുന്നവൻ പണത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തുകയില്ല. സ്ഥാനമാനങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തുകയില്ല. കസേരകളുടെ മുമ്പിൽ മുട്ടുകുത്തുകയില്ല. ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തുന്നവനെ മുട്ടുകുത്തിക്കാൻ ആർക്കും കഴിയുകയുമില്ല. മൊർദെഖായി എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാവിലെ ദൈവസന്നിധിയിൽ മുട്ടുകുത്തും. അതിനുശേഷം ആരുടെ മുമ്പിലും മുട്ടുകുത്തത്തില്ല. ഹാമാൻ എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. അവനെ എല്ലാവരും മുട്ടുകുത്തി വണങ്ങുന്ന അവന് ഇഷ്ടമാണ്. അവനൊരു പൊങ്ങച്ചക്കാരനാണ്. കാര്യം സാധിക്കണമെന്നുള്ളവരെല്ലാം ഇവനെ കാണുമ്പോൾ പൊങ്ങച്ചം പറയുകയും ചെയ്യും. ഇവൻ്റെ മുമ്പിൽ മുട്ടുകുത്തുവോ എന്ത് വേണേൽ ചെയ്യും. മൊർദെഖായിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം മൊർദെഖായി ഒരു അഹങ്കാരിയാണ്, തലക്കനമാണെന്നൊക്കെ ആളുകൾക്ക് തോന്നും. പക്ഷെ അഹങ്കാരമല്ല. ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തുന്നവന് മനുഷ്യനെ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ മുട്ടുകുത്താൻ ഒക്കെയില്ല. ഹാമാൻ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു, നിന്നെ ഞാനൊരു ദിവസം മുട്ടുകുത്തിക്കും. പക്ഷേ മൊർദെഖായിയെ മുട്ടുകുത്തിക്കാൻ ഹാമാന് കഴിഞ്ഞില്ലെന്നാണ് എസ്തേറിൻ്റെ പുസ്തകം നമ്മോട് പറയുന്നത്. ഹാമാൻ മുട്ടുകുത്തുകയല്ല ചെയ്തത്, ഹാമാനും ഹാമാൻ്റെ തലമുറയും നശിച്ചുപോയി. ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്ന നിന്നെ മുട്ടുകുത്തിക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയുകയില്ല. തൽക്കാലം വേദന അനുഭവിച്ചാലും, തൽക്കാലം ദുഃഖങ്ങൾ അനുഭവിച്ചാലും, തൽക്കാലം പരിഹാസമോ നിന്നയോ ഉണ്ടായാലും പേടിക്കരുത്. ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നവനെ മുട്ടുകുത്തിക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയുകയില്ല. ദൈവത്തെ പിടിച്ചു നിർത്താൻ, സർവശക്തനെ പിടിച്ചു നിർത്താൻ മനുഷ്യന് കഴിയുമോ? അതെ, കഴിയും. യാക്കോബിനോട് ദൈവം പറയുന്നു, എന്നെ വിട്. യാക്കോബ് എങ്ങനെ ദൈവത്തെ പിടിച്ചു നിർത്തിയെന്ന് ഹോശയ്യ പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട്. യാക്കോബ് മസിൽ ഉപയോഗിച്ചല്ല, കണ്ണുനീരുപയോഗിച്ചാണ് പിടിച്ചു നിർത്തിയത് എന്ന ഹോശയ്യ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു. കണ്ണുനീരുപയോഗിച്ചാണ് പിടിച്ചു നിർത്തിയത്. നിനക്ക് ദൈവത്തെ പിടിച്ചു നിർത്താനുള്ള പവറുണ്ട്. എത്ര വലിയ ശക്തിയാ ദൈവം വിശ്വാസികൾക്ക് തന്നിട്ടുള്ളത്. എത്ര വലിയ അധികാരമാ ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. എന്തിനാ ഈ മനുഷ്യന്റെ കാല് പിടിക്കുന്നേ? എന്തിനാ ഈ മുഖസ്തുതി പറഞ്ഞുകൊണ്ട് നടക്കുന്നേ? എന്തിനാ ഈ പൈസയുടെ പുറകെ പായുന്നേ? ദൈവത്തെ പിടിച്ചു നിർത്താൻ കഴിയുന്ന നിനക്ക് ലോകത്തിൽ ആരെയും പേടിക്കേണ്ട കാര്യമുണ്ടോ? ദൈവത്തെ പിടിച്ചു നിർത്താൻ കഴിയുന്നവനാണ് പ്രാർത്ഥനാ മനുഷ്യൻ. ഇതാ ഈ ലെസൺ നമ്മെ പഠിപ്പിക്കുന്നത്, ഈ ഭാഗം ഉൽപ്പത്തി 18 നമ്മെ പഠിപ്പിക്കുന്ന 3-ാമത്തെ പാഠം, ബലഹീന മനുഷ്യന് സർവശക്തനെ പിടിച്ചു നിർത്താൻ കഴിയും. ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നു എങ്കിൽ ദൈവത്തിന് അവനെ ഒഴിഞ്ഞു പോകാൻ പറ്റുകയില്ല. ഒരു മനുഷ്യൻ ഇടിവിൽ നിൽക്കുകയാണെങ്കിൽ ദൈവത്തിന് അവനെ ഒഴിഞ്ഞു പോകാൻ കഴിയില്ല. 4-ാമത്തെ പാഠം ലെസൺ നമ്പർ 4 എഴുതുന്നവർക്ക് എഴുതാം. സർവജ്ഞാനിയുടെ തീരുമാനങ്ങളെ മാറ്റുവാൻ പ്രാർത്ഥന മനുഷ്യന് കഴിയും. സർവജ്ഞാനിയുടെ തീരുമാനങ്ങളെ മാറ്റുവാൻ പ്രാർത്ഥന മനുഷ്യന് കഴിയും. ഞാൻ അങ്ങനെ എഴുതാൻ കാരണം, സർവജ്ഞാനി എന്ന് പറഞ്ഞാൽ തെറ്റാത്ത തീരുമാനങ്ങൾ എടുക്കുന്നവനാ സർവജ്ഞാനി. നമ്മളൊന്നും സർവജ്ഞാനികളല്ല. നമ്മൾക്ക് ജ്ഞാനം തന്നെ കുറവാ, പിന്നെയല്ലേ സർവജ്ഞാനം.
എന്നാൽ ദൈവത്തിന് ആരംഭവും അവസാനവും എല്ലാം അറിയാവുന്നവനാ. ദൈവം ഒരു തീരുമാനം, ഡിസിഷൻ എടുത്തിട്ട് മാറ്റുമോ? പക്ഷെ മാറ്റി. സർവജ്ഞാനിയായ ദൈവത്തിന്റെ തീരുമാനങ്ങളെ മാറ്റാൻ മനുഷ്യന് കഴിയും. ഏത് മനുഷ്യന്? പ്രാർത്ഥനാ മനുഷ്യന്. ദൈവം തീരുമാനങ്ങളെ മാറ്റിയിട്ടുണ്ട്. പ്രാർത്ഥനയുടെ മുമ്പിൽ ദൈവം തീരുമാനങ്ങളെ മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഇതാ അബ്രഹാം ദൈവത്തെ സമീപിക്കുകയാണ്. 22-ാം വാക്യം നാം വായിച്ചു. 23-ാം വാക്യം ഇങ്ങനെയാണ്: അബ്രഹാം അടുത്തിരുന്നു. ദൈവസന്നിധിയിൽ നിൽക്കുന്നവന് മാത്രമേ അടുത്തിയെല്ലാം പറ്റുള്ളൂ. ക്ലോസ്. സുഹൃത്തിന്റെ ചെവിയിൽ ചെന്ന് പറയുന്നത് പോലെ അബ്രഹാം അടുത്തിരുന്നു. ദുഷ്ടനോട് കൂടെ നീ നീതിമാനെ സംഹരിക്കുമോ? പക്ഷേ ആ പട്ടണത്തിൽ 50 നീതിമാന്മാർ ഉണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കുമോ? അതിലെ 50 നീതിമാന്മാർ നിമിത്തം ആ സ്ഥലത്തോട് ക്ഷമിക്കില്ലയോ? ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നതല്ലോ. നീതിമാൻ ദുഷ്ടനെ പോലെ ആകത്തക്കവണ്ണം ദുഷ്ടനോടുകൂടെ നീതിമാനെ നീ ഒരു നാളും കൊല്ലുകയില്ല. അബ്രഹാം ദൈവത്തോട് സംസാരിക്കുക. അബ്രഹാം ദൈവത്തോട് സംസാരിക്കുകയാണ്. ഇതാണ് മധ്യസ്ഥ പ്രാർത്ഥന. അബ്രഹാം പറയുകയായിരുന്നു, പ്രസംഗിക്കല്ലായിരുന്നു. അബ്രഹാം ദൈവത്തോട് പറയുകയായിരുന്നു. പ്രാർത്ഥന ഒരു ഹൃദയത്തിൽ നിന്നുള്ള സംഭാഷണമാണ്. അതിന് ഭംഗിവാക്കുകളൊന്നും വേണ്ട. എന്നോടൊരു ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, പാസ്റ്ററേ, ഇന്ന സഹോദരൻ പ്രാർത്ഥിക്കുന്ന പോലെ ഒന്ന് പ്രാർത്ഥിക്കാൻ എനിക്കൊരു കൃപ കിട്ടാൻ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, എന്നാ അതിൻ്റെ പ്രത്യേകത? പുള്ളി നല്ല സാഹിത്യ ഭാഷയിലാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ ബ്രദറെ, സാഹിത്യ ഭാഷ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് മനസ്സിലാവുമോ? ദൈവം ഡിക്ഷണറി എടുക്കണ്ടേ? പിന്നെ നിങ്ങൾ അപ്പനോട് സംസാരിക്കുമ്പോൾ സാഹിത്യം ഉപയോഗിക്കുമോ? അമ്മയോട് സംസാരിക്കുമ്പം നിങ്ങൾ ഏത് ഭാഷയല്ല സംസാരിക്കുന്നത്? ദൈവത്തോട് സംസാരിക്കുന്നതാ പ്രാർത്ഥന. ഡയലോഗല്ല, ഭംഗിവാക്കുകൾ ഉപയോഗിക്കലല്ല. പ്രാർത്ഥനയുടെ അലങ്കാരമൊന്നും ദൈവത്തിന് ഇഷ്ടമേ അല്ല. ഹൃദയത്തിൽ നിന്നുള്ള സംഭാഷണമാണ് പ്രാർത്ഥന. അബ്രഹാം അടുത്ത് ചെന്ന് പറഞ്ഞത്. അബ്രഹാം പറയുമായിരുന്നു, പ്രസംഗിക്കലായിരുന്നു. ചിലർ ദൈവത്തോട് പ്രസംഗിക്കാറുണ്ട്, അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ്. ദൈവത്തിന്റെ സ്വഭാവത്തെയാണ് അബ്രഹാം ചോദ്യം ചെയ്യുന്നത്. നിനക്കൊരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല ദൈവമേ. നിനക്കൊരിക്കലും നീ ദുഷ്ടന്റെ കൂടെ നീതിമാനെ കൂടെ കൊല്ലാൻ ഒക്കുകയില്ല. നിനക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ദൈവത്തിന്റെ സ്വഭാവത്തെ കയറി പിടിച്ചിരിക്കുക. ഇങ്ങനെയാണ് പ്രാർത്ഥന. അതിന് യഹോവ 26-ാം വാക്യം: ഞാൻ സോദോമിൽ പട്ടണത്തിനകത്ത് 50 നീതിമാന്മാരെ കാണുന്നുവെങ്കിൽ ഞാൻ ആ സ്ഥലത്തോട് ക്ഷമിക്കും. തീരുമാനം മാറ്റി. ആരാണത് മാറ്റിച്ചത്? ഒരു മനുഷ്യൻ. എങ്ങനെയാണത് മാറ്റിച്ചത്? മധ്യസ്ഥ പ്രാർത്ഥനയാൽ. എന്നാൽ എനിക്കതിനൊരു മറുവശം കർത്താവ് കാണിച്ചു തന്നു. ദൈവം തീരുമാനം മാറ്റുകയൊന്നും അല്ല ഇവിടെ. സർവശക്തന്റെ സർവജ്ഞാനിയുടെ തീരുമാനം മാറ്റലൊന്നും അല്ല ഇവിടെ നടന്നിരിക്കുന്നത്. ആരെങ്കിലും ഒരുത്തൻ ഈ തീ ഇടരുതെന്നൊന്ന് പറഞ്ഞാൽ ഇടാതെ പോകാമല്ലോ എന്നോർത്താ ദൈവത്തിന് അവസരം കൊടുക്കുന്നത്. ആരെങ്കിലും ഒരുത്തൻ ഇടിവിൽ നിൽക്കാനുണ്ടെങ്കിൽ ദൈവത്തിന് ന്യായവിധി നീട്ടിവെക്കാൻ പറ്റും. അത് ദൈവത്തിന്റെ സ്വഭാവമാണ്. ഇന്നലെ ഞാനത് ക്ലിയർ ചെയ്തതാ, ഇന്ന് പകൽ വീണ്ടും പറഞ്ഞതായതുകൊണ്ട് ഇനി പറയുന്നില്ല. ഞാൻ ദേശത്തെ നശിപ്പിക്കാനിരിക്കുക. എസെക്കിയേൽ 22:30. എന്നാൽ നശിപ്പിക്കാതിരിക്കാൻ ആരെങ്കിലും ഒരുത്തൻ ഇടിവിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ നശിപ്പിക്കാതിരിക്കാം. കണ്ടോ, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അയ്യോ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് വേണോ? അതെ, നീ പ്രാർത്ഥിച്ചിട്ട് വേണം. ഒരു ഭക്തൻ എഴുതിയിരിക്കുന്നത്, പ്രാർത്ഥനയുടെ മറുപടി ആയിട്ടല്ലാതെ ദൈവം ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. പ്രാർത്ഥനയുടെ മറുപടി ആയിട്ടല്ലാതെ ദൈവം ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രാർത്ഥനയുടെ മറുപടി അത്രേ. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രാർത്ഥനയുടെ മറുപടി അത്രേ.
സ്തോത്രം. തീരുമാനങ്ങളെ മാറ്റിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇന്ന് രാത്രിയിൽ ഒരു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥനയുടെ മൽപിടുത്തത്തിലേക്ക് വളരണം. എപ്പഫ്രാസ് എന്ന മനുഷ്യനെ കുറിച്ച് പൗലോസ് പറയുന്നത്, നിങ്ങളിൽ ഒരുവനായ എപ്പഫ്രാസ് പ്രാർത്ഥനയിൽ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പോരാടുന്നു. എപ്പഫ്രാസ് ഒരു നല്ല ഗായകനാണെന്നോ നല്ല പ്രീച്ചറാണെന്നോ അല്ല പൗലോസ് പറയുന്നത്. എപ്പഫ്രാസ് ഒരു നല്ല പ്രാർത്ഥനാ മനുഷ്യനാണ്. എപ്പഫ്രാസ് ആരാണ്? കൊലോസ്യ സഭയുടെ പാസ്റ്ററാണ്. കൊലോസ്യ സഭ സ്ഥാപിച്ച ലോക്കൽ പാസ്റ്ററാണ്. പുതിയ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഒരു ഇവാഞ്ചലിസ്റ്റ് ആണ്. പൗലോസ് ആരാണ്? സീനിയർ പാസ്റ്ററാണ്. പൗലോസിന്റെ ശിഷ്യനാണ് എപ്പഫ്രാസ്. കൊലോസ്യ സഭയുടെ വിശേഷങ്ങളൊക്കെ പൗലോസിനോട് പോയി പറഞ്ഞു. ഉടനെ പൗലോസ് കൊലോസ്യർക്ക് വേണ്ടി ഒരു കത്തെഴുതി. ആ കത്തിന്റെ ആരംഭത്തിൽ തന്നെ എപ്പഫ്രാസിന്റെ കാര്യം പറയുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് കൊണ്ടുവന്ന് നിർത്തുമ്പം പറയുകയാണ്, നിങ്ങളുടെ പാസ്റ്റർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുന്നു എന്ന് എനിക്കറിയാം. എന്താണ് അദ്ദേഹം പോരാടുന്ന വിഷയം? നിങ്ങൾ ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി തീരുവാൻ. അതിനെന്ത് ചെയ്യണം? അതിന് ബൈബിൾ ക്ലാസ് എടുക്കണം? അല്ല, ബൈബിൾ ക്ലാസ് വേണം, പക്ഷെ പ്രാർത്ഥനയാണ് പ്രധാനം. എപ്പഫ്രാസ് അതിനുവേണ്ടി പ്രാർത്ഥനയിൽ എപ്പോഴും പോരാടുന്നു. കണ്ടോ, പൗലോസ് ഒരു പ്രാർത്ഥനാ മനുഷ്യനാ, എപ്പഫ്രാസ് ഒരു പ്രാർത്ഥനാ മനുഷ്യനാ. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാർത്ഥന സമയം വർദ്ധിപ്പിക്കുക, പ്രാർത്ഥനയിലെ മൽപിടുത്തം വർദ്ധിപ്പിക്കുക. അത് സംഭവിച്ചു കഴിഞ്ഞു. അതിനുള്ള ഒരു തീ ദൈവം നിങ്ങളുടെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞു. എന്നാൽ ഇതിനെ ഒന്നുകൂടെ കൺഫേം ചെയ്യുകയാണ് ഈ വചനങ്ങൾ. വചനത്താൽ ഉറപ്പിക്കപ്പെടുന്നതേ നിൽക്കുകയുള്ളൂ. നിങ്ങൾ എല്ലായ്പ്പോഴും ഇതിൽ നിന്ന് താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇതിൽ നിന്ന് കുറഞ്ഞു പോവും. പ്രയർ ശുഷ്കമായി പോവും. എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. അത് വരാതിരിക്കുവാൻ കൂടെ ഈ വക വചനധ്യാനം നമ്മെ ശക്തിപ്പെടുത്തും. സ്തോത്രം. അങ്ങനെ അബ്രഹാം ദൈവത്തിന്റെ തീരുമാനം മാറ്റി. 5ാമത്തെ ലെസൺ, അതായത് ഒടുവിലത്തെ ലെസൺ, വീണ്ടും 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 തീരുമാനങ്ങളെ മാറ്റിക്കാൻ മധ്യസ്ഥ പ്രാർത്ഥനക്കാരന് കഴിയും. ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് തോന്നി, ഇത് എന്തൊരു പരിപാടിയായി അബ്രഹാം ചെയ്യുന്നേ? ദൈവത്തോട് എന്നെ കളി പറയുകയാണോ? ചുമ്മാ സമയം കളയാണോ ദൈവത്തിന് മുമ്പിൽ ഇരുന്നോണ്ട്? നോക്കൂ, വായിച്ചു നോക്കൂ. 26ാം വാക്യത്തിൽ ദൈവം തമ്പുരാൻ പറഞ്ഞു, ഓക്കെ 50 പേരുണ്ട്, ഞാൻ ക്ഷമിച്ചേക്കാം. 27ാം വാക്യം, പൊടിയും വെണ്ണീറുമായ ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞല്ലോ. ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണത്. എന്നാന്ന് ഞാൻ 2 മിനിറ്റ് കഴിയുമ്പോൾ പറയാം. പൊടിയും വെണ്ണീറുമായ ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ എന്തിനാണെന്നറിയാം ഈ പൊടിയും വെണ്ണീറുക എന്നൊക്കെ പറയുന്നത്? 50 ഇല്ലെന്നറിയാം. അതിൻ്റെ താഴത്തെ നമ്പരെ പിടിക്കാനാ. അതിനായി പൊടിയും വെണ്ണീറും എന്നൊക്കെ പറയുന്നത്. 50 നീതിമാന്മാരിൽ പക്ഷേ 5 പേർ, 5 കുറയ്ക്കുന്നുള്ളൂ, 45 പിടിക്കാനാണ് ഈ പൊടിയും വെണ്ണീറും പറഞ്ഞത്. ഓക്കെ, പോയെങ്കിലോ 5 പേർ കുറഞ്ഞത് കൊണ്ട് നീ ആ പട്ടണത്തെ നശിപ്പിക്കുക. അപ്പൊ ദൈവത്തോട് ബാർഗെയിൻ ചെയ്യുക. കർത്താവെ, നമ്മൾ ഇപ്പൊ പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ പറയുകയാണ്, ഇനി നീ നശിപ്പിക്കുകയാണ്, 5 കുറഞ്ഞനാ നശിപ്പിച്ച, അത് മോശം. ഇങ്ങനെ സംസാരിക്കാൻ ദൈവത്തോട് പറ്റുമെന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. ആർക്ക്? പ്രാർത്ഥനാ മനുഷ്യന്, മധ്യസ്ഥ പ്രാർത്ഥനക്കാരന് ദൈവത്തോട് ഭയങ്കര അടുപ്പമാണ്. നോക്കൂ, സുഹൃത്തുക്കളെ പോലെ സംസാരിക്കുക, ബാർഗെയിൻ ചെയ്യുക. ദൈവം എന്നാ പറഞ്ഞേ? ഞാൻ ഒരു പ്രാവശ്യം തീരുമാനം മാറ്റി, ഇനി കൂടെ എന്നെ കൂടെ തീരുമാനം മാറ്റിക്കരുത്, എന്റെ മുമ്പിൽ നിന്ന് പൊക്കോണം, അങ്ങനെയൊന്നും പറയുന്നില്ല. അബ്രഹാം പറഞ്ഞു ഉടനെ, 45 പേരെ ഞാൻ അവിടെ കണ്ടാൽ അതിനെ നശിപ്പിക്കുകയില്ല. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാവുന്നു? യവൻ ഏതേലും ഒരു തുകയൊന്ന് പറയാൻ ദൈവം നിൽക്കുക.
ഇവൻ പേടിച്ചാ പറയുന്നത്, പക്ഷെ ദൈവം ഒരു വഴക്കും പറയുന്നില്ല. മധ്യസ്ഥ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ധൈര്യം വർദ്ധിപ്പിക്കുന്ന ഭാഗമായത്. നിങ്ങൾക്ക് ധൈര്യം വർദ്ധിപ്പിക്കുന്ന ഭാഗം. ദൈവം ചൂടാവുമെന്നാണ് ഈ പുള്ളിയുടെ വിചാരം. അതിനായി പൊടി വെണ്ണീർ പറഞ്ഞ് ദൈവം ചൂടാകുന്നില്ല. സ്തോത്രം. ഇത് എത്ര മനോഹരമായ ദൈവവചനമാണ്. ഇതുപോലെ നമുക്ക് ദൈവസന്നിധിയിൽ നിൽക്കാം. പക്ഷേ ആത്മാക്കളെ കുറിച്ച് ഭാരം ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. നമുക്കിനി ആത്മാക്കളെ വേണ്ട, പിന്നെ എന്ത് ചെയ്യാം? നമ്മൾ ആത്മാക്കളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹോളിന്റെ വലിപ്പം വെച്ചോണ്ടാണ്. ഞങ്ങളുടെ മുറിക്കകത്ത് ഇത്രയും പേര് കൂടാനേ ഉള്ളൂ ഞങ്ങൾക്ക് മുറി, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് മതി, ഞങ്ങൾക്ക് ഇനി ആരും വേണ്ട. ഞാൻ മദ്രാസിലൊരു യോഗത്തിന് പോവുക. റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങിയാൽ ജനക്കൂട്ടം കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ മേല. ഓക്കെ, യോഗസ്ഥലത്ത് ചെന്നപ്പോൾ 65 പേരുണ്ട്. ഞാൻ ചോദിച്ചു, ഇതെന്നാ ഇത്ര ആള്, ഇത്ര നമ്മുടെ ഇവിടെ കൊള്ളത്തുള്ളു പാസേ? അതാണ്. അപ്പം നമുക്ക് അതിൽ കൂടുതലൊന്നും വേണ്ട. ഓക്കെ, എൻ്റെ പ്രസംഗം തർജ്ജമ ചെയ്യുന്നത് ഒരു ബാങ്ക് മാനേജരാണ്. അവിടുത്തെ ഭാഷയിലോട്ട് തർജ്ജമ ചെയ്തുകൊണ്ടിരിക്കുക. സോറി, മദ്രാസ് അല്ല, ഹൈദരാബാദിലാണ്. ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ശനിയാഴ്ച വരെ യോഗം കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, പാസ്റ്ററെ നാളെ വൈകിട്ട് യോഗം ഇല്ലല്ലോ. ഇല്ല. പാസ്റ്റർ ടിക്കറ്റ് എപ്പോഴാ? തിങ്കളാഴ്ചയാണ്. ഞായറാഴ്ച വൈകിട്ട് ഫ്രീ അല്ലേ? അതെ. എൻ്റെ പെങ്ങളൊരു ചെറിയ പ്രയർ ഫെലോഷിപ്പ് നടത്തുന്നുണ്ട്, ചെറുതാ, വൈകിട്ടൊന്ന് വരാമോ? ഞാൻ പറഞ്ഞു, വരുന്നതിനാ കുഴപ്പം, ആരോഗ്യമുണ്ടേ വരാം. അപ്പം ഞാൻ പിന്നെ ഒന്ന് മാറ്റി നിർത്തി ചോദിച്ചു, പെങ്ങൾ നടത്തുക എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. പെങ്ങളാണോ പാസ്റ്റർ? അയ്യോ അല്ല, ഈ വല്ലൊരു ഈ പ്രാർത്ഥനയിൽ വന്ന് സ്നാനപ്പെടുന്നവരെ ആരാ സ്നാനപ്പെടുന്നത്? അത് ഞാനാ ചെയ്യുന്നത്. ഇതെങ്ങനെയത്? അതൊക്കെ വരുമ്പോൾ പറയാം. അപ്പം ഞാൻ എന്നെ യോഗത്തിന് വിളിച്ച സ്ഥലത്ത് ഈ കാര്യം പറഞ്ഞു. ഓ അതൊക്കെ ചുമ്മാതെയാ. ഞാൻ പറഞ്ഞു, എന്നാലും ഒന്ന് കാണാമല്ലോ, പോണേന് കുഴപ്പമുണ്ടോ? അവന് മനസ്സില്ലാ മനസ്സോടെ എന്നെ അനുവദിച്ചു. ഞങ്ങൾ ഒരുമിച്ച് പോയി. ചെറിയ യോഗമല്ലേ, ഇവിടുത്തെ വലിയ യോഗത്തിൽ 65 ഉണ്ട് കേട്ടോ. 65 എന്ന് പറഞ്ഞാൽ മാക്സിമം 100 ഉണ്ടെന്ന് കൂട്ട്. മറ്റേത് ചെറുതാണെങ്കിൽ എത്ര പേര് കാണും? 25 പേരല്ലേ. പോവുക ഞങ്ങൾ. കുറേ അങ്ങോട്ട് ചെന്ന് ഒരു ഗ്രാമത്തിലേക്ക് വണ്ടി ചെല്ലുമ്പോൾ അവിടെ മുഴുവൻ കാറാ, പാർക്കിങ്ങിന് സ്ഥലമില്ല. അവിടെ ചെല്ലുമ്പോൾ ആളുകൾ പറയും, ഇവിടെ ഇന്നും പാർക്ക് ചെയ്യാൻ പറ്റിയല്ല. നീ ഞാൻ ചോദിച്ചു, ഇവിടെ എന്നാ വല്ല മരണമുണ്ടോ കല്യാണമുണ്ടോ? ഒന്നുമില്ല, ഇതായി ചെറിയ യോഗം, ഇതായി ചെറിയ യോഗം. അങ്ങോട്ടൊക്കെ കയറാൻ പോലും പറ്റാത്തവണ്ണം ജനമാ. ഇതെങ്ങനെയുണ്ടായി? ഇതൊരു സഹോദരിയുടെ പ്രാർത്ഥനയുടെ മറുപടിയാണ്. ഇതാ സഹോദരി ആരാ? ആ ദേശത്ത് സുവിശേഷം അറിയിക്കാൻ പോയ പഴയ ഒരു പാസ്റ്ററുടെ മോളാ. പട്ടിണി കണ്ട് മടുത്തിട്ട് ദൈവത്തെ ഉപേക്ഷിച്ച് ഈ സ്ത്രീ പോയി. എനിക്ക് ഇങ്ങനത്തെ ദൈവത്തെ വേണ്ട, ഇങ്ങനെ പട്ടിണിക്കിടുന്ന ഒരു ദൈവത്തിന്റെ വേല എന്തിനു ചെയ്യണം എന്ന് പറഞ്ഞ അപ്പനോടും പിണങ്ങി, ദൈവത്തോടും പിണങ്ങി, ബൈബിള് കിട്ടച്ച് വീട്ടിൽ നിന്ന് പോയതാ. ആ സഹോദരിയെ ദൈവം തമ്പുരാൻ മടക്കി കൊണ്ടുവന്നു. അപ്പോഴേക്ക് അപ്പനൊക്കെ മരിച്ചുപോയി. മടക്കി കൊണ്ടുവന്ന് ഒരു പ്രാർത്ഥനാ വനിതയാക്കി മാറ്റി. അവരാ ദേശത്തിരുന്ന് പ്രാർത്ഥിച്ചുണ്ടായ ചലനമാണ് ആ കാണുന്നത്. ചലനം. കുടുംബങ്ങളെയൊക്കെ ദൈവം തൊടുക, വ്യക്തികളെയൊക്കെ ദൈവം തൊടുക. രോഗസൗഖ്യത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി ജനം വരിക. ഇവർ പ്രാർത്ഥിക്കുന്ന രോഗികൾ സൗഖ്യമാവുന്നു. ആരെങ്കിലും സുവിശേഷകന്മാരെ വിളിച്ച് സ്നാനം നടത്തുന്നു. ജനം വന്ന് ഇടിച്ചു കയറിയിരിക്കുക. ചെറിയ യോഗവും വലിയ യോഗവും ഞാൻ അവിടെ വെച്ച് കണ്ടു. എന്താ വ്യത്യാസം? പ്രാർത്ഥനയാണ് വ്യത്യാസം. എന്താ വ്യത്യാസം? പ്രാർത്ഥനയാണ് വ്യത്യാസം. നോട്ടീസിന്റെ എണ്ണമല്ല ജനത്തെ സ്പർശിക്കുന്നത്, പ്രാർത്ഥനയാണ് ജനത്തെ സ്പർശിക്കുന്നത്. പ്രോഗ്രാം ഷീറ്റ് ഭംഗിയായിട്ട് അടിക്കുന്നതിലല്ല ദൈവിക ഇടപെടൽ, പ്രാർത്ഥനയാണ് ദൈവിക ഇടപെടൽ. സ്തോത്രം. നമുക്ക് ജനത്തെ നേടണമെന്ന് ആഗ്രഹമുണ്ടോ? യേശു കർത്താവ് മടങ്ങി വരണമെന്ന് ആഗ്രഹമുണ്ടോ? ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം പല കോൺഫറൻസുകളിൽ പങ്കെടുക്കുകയായിരുന്നു. ജൂലൈ മാസം മുഴുവനും 4 കോൺഫറൻസിൽ പങ്കെടുത്തു. 4 വിഷയം കർത്താവിന് മടങ്ങി വരുമായിരുന്നു. വലിയ ആൾക്കൂട്ടം, 5000
4000 പേരുള്ള യോഗം. എല്ലായിടത്തെയും വിഷയം കർത്താവിൻ്റെ മടങ്ങിവരവാണ്. കർത്താവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് പ്രസംഗിക്കാനാണ് പലരുടെ കൂട്ടത്തിൽ നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഞാൻ എല്ലായിടത്തും പറഞ്ഞു കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പ്രസംഗിക്കാനായിട്ട് എന്താ പ്രസംഗിക്കേണ്ടത്. 1, കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ. 2, കർത്താവിൻ്റെ വരവിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. 3, അനന്തര സംഭവങ്ങൾ. 4, സ്വർഗത്തിൻ്റെ നീളം വീതി. 5, അവിടുത്തെ സുഖസൗകര്യങ്ങൾ. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, പഠിച്ച് ഞാൻ ആവേശം കയറി ഞാൻ പുസ്തകങ്ങളെല്ലാം വായിച്ച് പോയപ്പോൾ എനിക്ക് സ്വർഗത്തിൽ ചെന്നാൽ 1.5 ഏക്കർ സ്ഥലം കിട്ടും എന്ന് ഞാൻ കണ്ടു. ഞാനങ്ങ് തുള്ളിച്ചാടി. അത് കഴിഞ്ഞ് വേറൊരു പുസ്തകം വായിച്ചപ്പോൾ അത് 1.25 ഉള്ളൂ. അന്നേരം ഉണ്ടായ വിഷമം സഹിക്കാൻ പറ്റുകയില്ല. കാരണം 25 സെന്റ് സ്ഥലം സ്വർഗത്തിൽ പോകുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമാണോ? അങ്ങനെ ഞാൻ ഭാരപ്പെട്ടിരുന്നപ്പോൾ കർത്താവിനോട് ചോദിച്ചു, നീ ചെന്നിട്ട് വേണ്ടേ അവിടെ? അത് പിന്നെ എനിക്ക് ആ ഭാരം അങ്ങ് മാറിക്കിട്ടി. അപ്പൊ ഈ വിഷയമാണോ പ്രസംഗിക്കേണ്ടത്? എന്റെ ചോദ്യമാ. ഇതാ അവിടുത്തെ തറയിൽ എന്നതായിട്ടിരിക്കുന്നത്, അവിടുത്തെ തൂണയിൽ എന്നതാ കെട്ടിയിരിക്കുന്നത്. ഇതൊക്കെ എന്തിനു പറയണം? നീ പോകുമോ അവിടെ? എന്റെ ഇവിടുത്തെ പ്രശ്നം എന്നറിയോ? നമ്മൾ ഈ പലതും വിട്ടെന്ന് പറയുന്നെങ്കിൽ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഭൗതികമാണ്. സ്വർഗവും നമ്മൾ ഭൗതികമായിട്ടാണ് കാണുന്നത്. ഇവിടെ തങ്കത്തെരിവുണ്ടെന്നാ പറയുന്നത്. തങ്കത്തെരിവുണ്ടെന്നാ പറയാനുള്ളത് എനിക്ക് മനസ്സിലാത്തോണ്ട് ചോദിക്കുക. തങ്കത്തെരുവിൽ കൂടെ നടന്നാൽ പ്രത്യേകിച്ച് കാലിന് വല്ല ഗുണമുണ്ടോ? അതിനെ ഇവിടെ വെച്ച് ഇടാൻ ഒത്തില്ലല്ലോ. അപ്പൊ അവിടെ വെച്ച് നടക്കാമെന്നായി പറയുന്നത്. കാനാച്ചൻ അതിന് പറഞ്ഞൊരു മറുപടി ഞാൻ പറയാം. അതിനല്ല, വേറൊരു വിഷയം. നീ പോകുന്ന സ്വർഗത്തിൽ യേശു ഇല്ലെന്ന് പറഞ്ഞാലോ? ഞാൻ അങ്ങോട്ട് പോരുന്നില്ലെന്ന് പറയും എന്ന് അച്ഛൻ പറഞ്ഞു. സ്വർഗത്തെ സ്വർഗമാക്കുന്നത് യേശു അല്ലേ? അല്ലാതെ അവിടുത്തെ സ്വർണ്ണാണോ? അവിടുത്തെ മാർബിളാണോ? സ്വർഗത്തെ സ്വർഗമാക്കുന്നത് യേശുവാ. നരകത്തെ നരകമാക്കുന്നത് യേശുവിന്റെ അസാന്നിധ്യമാ. ഹല്ലേലൂയ. തെറ്റായിട്ട് വ്യാഖ്യാനിക്കാതിരിക്കാമെന്ന് ഞാനൊരു മറുവശം പറയാം. അവിടെ ചെല്ലുമ്പോൾ പറയാം യേശു നരകത്തിലാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയേക്കാം. അങ്ങോട്ട് പോയേക്കാം. യേശു ഉള്ള സ്ഥലം സ്വർഗമാ. കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. യേശു ആ സ്വർഗം. അത് റിയലായിട്ട് ഇപ്പൊ ഇവിടെ വെച്ച് യേശുവിനോട് കൂടെ നടക്കുന്നവർക്ക് അത് അറിയാം. കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ പറയും, ഇവിടെ ഇരിക്കുന്നത് നല്ലത്, ഇവിടെ ഇരിക്കുന്നത് നല്ലത്. അതെന്താ കാര്യം? അത് സ്വർഗ തുല്യമാ. യേശുവിന്റെ സാന്നിധ്യത്തെക്കാൾ വലുത് ഒന്നുമില്ല. സ്തോത്രം. അപ്പൊ പിന്നെ എന്നാ കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രസംഗിക്കേണ്ടത്? ഒറ്റ കാര്യം പ്രസംഗിക്കാനുള്ളൂ. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് അതിന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാനും നിശ്ചയിച്ചിട്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പൊ കർത്താവ് വരാൻ വൈകുന്നത് എന്തുകൊണ്ട്? ചിലരും കൂടെ രക്ഷിക്കപ്പെടണമെന്ന് ഓർത്തിട്ട്. കർത്താവ് വരാൻ താമസിക്കുന്നത് എന്തുകൊണ്ട്? ഇനി അനേകം രക്ഷിക്കപ്പെടാനുണ്ട്. സ്തോത്രം. ഞാൻ ലോകത്തിൽ പല രാജ്യങ്ങളിൽ പറഞ്ഞ ഒരു സംഭവം ഇവിടുത്തെ സംഭവമാണ്. അതിവിടെ ഒന്ന് പറയാം. ഞാനിവിടെ ഒരു ബൈബിൾ ക്ലാസ് എടുക്കുക. വിൽസൺ ജോസഫ് പാസ്റ്റർ സംഘടിപ്പിച്ച മീറ്റിംഗാണ്. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരി സംശയം എഴുതി തന്നു. ആ സംശയം ഇപ്പോഴും ഈ പുസ്തകത്തിനകത്തിരിപ്പുണ്ട്. സംശയം ഇതാണ്: ഞാൻ പുതിയതായിട്ട് വിശ്വാസി വന്നൊരു സ്ത്രീയാണ്. ഞാൻ ഈ യോഗത്തിന് വന്നിരുന്ന എല്ലാവരുടെയും കൂടെ പാട്ടൊക്കെ പാടും, കൈയൊക്കെ കൊട്ടും. യോഗം കഴിയുമ്പോൾ ഇവിടെ ഒരു വർത്തമാനമുണ്ട്. ഒരു കാര്യം പറയും, ആമേൻ കർത്താവേ വേഗം വരണമേ. ഞാൻ അവിടെ നിന്നുകൊണ്ട് പതുക്കെ പറയും, കർത്താവേ വേഗം വരരുതേ. ഞാനിങ്ങനെ പറയുന്നത് തെറ്റോ ശരിയോ? ആ സഹോദരി ഇവിടെ ഇരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. തെറ്റോ ശരിയോ? പേര് ഞാൻ പറയുന്നില്ല, സഹോദരിയുടെ പേര് പറയുന്നില്ല. ഞാനും കൺഫ്യൂസ്ഡായി. കാരണം ഞാനും ഇത് പറയിപ്പിക്കുന്ന ആളാ. മറുപടി എങ്ങനെ പറയും? ഞാൻ പറഞ്ഞു, ഈ ചോദ്യം എഴുതിയ ആളെ നേരിട്ട് കാണണം. മറുപടി പിന്നെ പറയാമെന്ന് പറഞ്ഞു. നേരിട്ട് കണ്ട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് സത്യമാട്ടോ. ഞാൻ ചോദിച്ചു, എന്നാ നിങ്ങളങ്ങനെ പറയാ കാര്യം? എൻ്റെ ഭർത്താവ് രക്ഷിക്കപ്പെട്ടിട്ടില്ല, എൻ്റെ പപ്പ രക്ഷിക്കപ്പെട്ടിട്ടില്ല, എൻ്റെ മമ്മി രക്ഷിക്കപ്പെട്ടിട്ടില്ല, എൻ്റെ അനിയന്മാർ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഞാൻ മാത്രമേ ഈ സത്യം അറിഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ അളിയന്മാരും പെങ്ങന്മാരും എല്ലാം വന്നു. നിങ്ങളത് കാരണം വേഗം വരണേ എന്ന് പറയുക. അതുകൊണ്ട് ഞാൻ പറയുന്നത് തെറ്റാണോ എന്നാ സഹോദരിയുടെ ചോദ്യം. നിങ്ങൾ പറഞ്ഞാൽ എന്നാ ഉത്തരം കൊടുക്കണം?
ഞാൻ കുഴഞ്ഞില്ലേ, ഞാൻ പറഞ്ഞു സഹോദരി അങ്ങനെ പറഞ്ഞോളാൻ പറഞ്ഞു. ദൈവം എന്നോട് ക്ഷമിക്കട്ടെ. പിന്നെ ബൈബിൾ നോക്കിയപ്പോൾ വേഗമൊന്നില്ല. അത് നമ്മൾ ചേർത്തതാ. ഉണ്ടോ മാത്തൂടി പാസ്റ്ററെ? ഇല്ല, വേഗമൊന്നില്ല. ഇതാ ഞാൻ വേഗം വരുന്നു. അത് കർത്താവിന്റെ കാര്യ. സഭ പറയുന്നത് തന്നെ ആമേൻ കർത്താവേ വരണമേ. നമ്മുടെ ഈ ആർത്തി കാരണമാണ് നമ്മൾ ഈ വേഗം ഒന്നാക്കിയത്. ഇനി മറുവശം പറയാം, മറുവശം ശ്രദ്ധിച്ച് കേൾക്കണം. ഈ വേഗം വരണേന്ന് കഴിഞ്ഞ ഞായറാഴ്ചയും പറഞ്ഞല്ലോ, വെള്ളിയാഴ്ച പറഞ്ഞല്ലോ, വരികയിലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാ. ആ നല്ല ഉറപ്പുള്ളതുകൊണ്ടാ ഈ അടിച്ചു വിടുന്നേ. സ്തോത്രം. കാരണം ഇതുവരെ പറഞ്ഞിട്ട് വന്നില്ലല്ലോ. സ്തോത്രം. കഷ്ടം. മൽപ്രിയനെ, എന്നേശ നായകനെ എപ്പോ വരും? ഈ ഒറ്റ ചോദ്യമേ ഉള്ളൂ. കാരണം എന്നാ, ഞങ്ങളെല്ലാം റെഡിയാ. എപ്പോ വരും? എപ്പോ വരും? ഉത്തരം, ആര് നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടേണ്ടതിന് അവൻ ദീർഘക്ഷമ കാണിക്കുക. എന്താ വരാത്തെ? കഴിഞ്ഞ വർഷം വന്നെങ്കിൽ നിങ്ങളിൽ പലരും ഇവിടെ ഇല്ല. ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ വിശ്വാസ സ്നാനം സ്വീകരിച്ച ഒരു കൈ ഉയർത്തിക്ക്. അനേക കൈകൾ ഉയർത്തി പിടിച്ചിരിക്കുന്നു. അപ്പൊ കഴിഞ്ഞ വർഷം വന്നാൽ ഇവരുടെ കാര്യം എന്താവും? അല്ല, അവരുടെ കാര്യമൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. ഞാൻ മറ്റൊരു ഉദാഹരണം പറയുക, ചിരിക്കാനല്ല ചിന്തിക്കാൻ. MC റോഡിൽ കൂത്താട്ടുകുളത്തുനിന്ന് ബസ്സേ കയറുക. കുറേ നേരം നിന്നിട്ട് ഒറ്റ ബസ് നിർത്തിയില്ല. തിരുവല്ലയ്ക്ക് പോകാനാ. ഒടുവിൽ ഒരു ബസ് നിർത്തി. അയാൾ നല്ലൊരു മനുഷ്യനാ, ഡ്രൈവർ. നിർത്തി, കയറി. സീറ്റൊന്നുമില്ല, കമ്പിയെ പിടിച്ച് നിൽക്കുക. പുള്ളി അടുത്ത സ്റ്റോപ്പിൽ നിർത്തി. ഉടനെ ഞാൻ അടുത്ത ആളോട് ചോദിക്കുക, ഇതെന്നാ സൂപ്പർ ഫാസ്റ്റാ? ഇതിങ്ങനെ കാണുന്നിടത്ത് മുഴുവൻ നിർത്തുകയാണോ? അപ്പം മറ്റേ ആൾ എന്നോട് ചോദിക്കുക, അങ്ങനെ നിർത്തിയില്ലേ താൻ കയറുമോ? അപ്പം നമ്മൾ കയറിയാൽ പിന്നെ ഡബിൾ ബെല്ല് അടിച്ചോളുക. വിട്ടോ, ഇനി ഒറ്റ എണ്ണത്തിന് കയറ്റണ്ടെന്നാ പറയും. കഷ്ടമാകട്ടോ, കഷ്ടമാകട്ടോ. നീ എങ്ങനെ കയറിയത്? അങ്ങേര് മനസ്സലിയുള്ള ഡ്രൈവർ ആയതുകൊണ്ടല്ലേ നിന്നെ കയറ്റിയത്? അല്ല നിന്റെ കുടുംബ ഗുണം കൊണ്ടോ നിന്റെ വിശുദ്ധി കൊണ്ടോ വല്ലതും ആണോ? മഹാ കരുണ തോന്നി നിന്നെ ഈ വണ്ടിയെ കയറ്റിയതല്ലേ? അങ്ങേര് ഇടയ്ക്കിടയ്ക്ക് നിർത്തി ആളെ കയറ്റട്ടെ, ക്ഷമയോടെ ഇരിക്ക. അല്ലെ എനിക്ക് ഇച്ചിരി സ്പീഡിൽ പോണം, എന്നാ വേറെ വണ്ടി പിടിച്ചോ. പ്രൈസ് ദി ലോർഡ്. എന്തിനാ ഈ മധ്യസ്ഥ പ്രാർത്ഥന? എന്തിനാ? ആത്മാക്കള് വേണേ മതിയല്ലോ. എത്ര ആത്മാക്കൾ വേണം? ഒരു 50 പേരെ കിട്ടിയാൽ നല്ലതാ. നശിച്ചു പോകുന്ന ജനത്തെക്കുറിച്ചുള്ള ഒരു ഭാരം ദൈവം നമ്മുടെ ഹൃദയത്തിൽ തരുന്ന ദിനങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഇത്. നശിച്ചു പോകുന്ന ജനത്തെക്കുറിച്ചൊരു ഭാരം നമ്മുടെ ഹൃദയത്തിൽ ദൈവം തരുന്നതാണ് ഈ പ്രെയർ കോൺഫറൻസ്. സ്തോത്രം. എവിടെയെല്ലാം സഞ്ചരിക്കാമോ അവിടെയെല്ലാം പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കണം എന്നൊരാഗ്രഹമാണ് എനിക്കുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ഇവിടെ വന്നത്. എനിക്ക് വരാൻ പറ്റിയൊരു സമയം അല്ലായിരുന്നു. പ്രാർത്ഥനയെക്കുറിച്ചാണ് ഞാൻ വർഷങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ബന്ധപ്പെട്ട് വന്നത്. പ്രിയപ്പെട്ടവരെ, വ്യക്തിപരമായി നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ചെയ്യാവുന്നതിൽ ഏറ്റവും ശക്തി കൂടിയ കാര്യം പ്രാർത്ഥനയാണ്. അബ്രഹാം ദൈവത്തോട് 45 എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 40 പറഞ്ഞു 29-ാം വാക്യത്തിൽ. പക്ഷെ 40 പേരെ കണ്ടാലോ? ദൈവം പറഞ്ഞു ഓക്കെ 40. ഇനിയൊന്ന് ശ്രദ്ധിച്ചേ 30-ാം വാക്യം. ഞാൻ പിന്നെയും സംസാരിക്കുന്നു, കർത്താവ് കോപിക്കരുത്. പക്ഷെ 30 പേരെ കണ്ടാലോ? ഇപ്പൊ എത്ര കുറച്ചെന്ന് മനസ്സിലായോ? ആദ്യം പുള്ളി പൊടി വെണ്ണീരെന്ന് പറഞ്ഞ് 5 കുറച്ചു. ഇപ്പൊ എത്രയാ കുറച്ചേ? 10. എന്താ അതിൻ്റെ കാര്യം? ധൈര്യം വർദ്ധിച്ചു. പ്രാർത്ഥിക്കുന്നവന് ധൈര്യം വർദ്ധിക്കും. ദൈവത്തോടുള്ള ബന്ധത്തിൽ അവന് നല്ല റിലേഷനായി. ഇപ്പം അവൻ നേരെ 10 താത്തി, വീണ്ടും ഒരു 10 കൂടെ താത്തി. അത് കഴിഞ്ഞ് അവൻ നിർത്തി. അവിടെ എഴുതിയിരിക്കുന്നതല്ല, ശരി തർജിമയിൽ അബ്രഹാം സംസാരിക്കുന്നത് നിർത്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. നോക്കൂ, നമുക്കെന്താ ഇതിന് പഠിക്കാൻ പറ്റുന്നത്? നാം ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കാമെങ്കിൽ ദൈവം ദേശത്തെ സന്ദർശിക്കും.
എങ്ങനെ ഒന്ന് ചോദിക്കരുത്. എങ്ങനെയാ പാസ്റ്ററെ ചോദിക്കരുത്. ദൈവത്തിന് എങ്ങനെയും പ്രവർത്തിക്കാം. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല. ഈ താഴ്വരയിൽ അനേകം കുഴികളെ വെട്ടുകയും കുഴി വെള്ളം കൊണ്ട് നിറയും. ദൈവത്തിന് ഒരു അത്ഭുതം ചെയ്യാൻ ആരുടെയും സഹായം വേണ്ട. ദൈവത്തിനൊരു ദർശനം കൊടുക്കാൻ ആരുടെയും സഹായം വേണ്ട. ദൈവത്തിന് ആരോട് ഇടപെടാം, ദൈവത്തിന് ഏത് വ്യക്തിയോട് ഇടപെടാം, ദൈവത്തിന് എങ്ങനെയും പ്രവർത്തിക്കാം, ആരെയും തൊടാം. ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ വിളിച്ചു പറയുന്നു, UAE-യിലുള്ള ദൈവജനത്തെ ദൈവം പ്രാർത്ഥനയ്ക്കായി വിളിക്കുന്നു. UAE-യിലുള്ള ദൈവജനത്തെ ദൈവം പ്രാർത്ഥനയ്ക്കായി വിളിക്കുന്നു. ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുക. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാമെങ്കിൽ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുക. കുടുംബങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ കുടുംബങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം എഴുന്നേറ്റാൽ രാജ്യത്തിൻ്റെ അവസ്ഥ മാറും. കൊറിയയിൽ എന്ത് സംഭവിച്ചു? കൊറിയയിൽ എന്ത് സംഭവിച്ചു? പ്രാർത്ഥിക്കാൻ ഒരു കൂട്ടം എഴുന്നേറ്റു. പ്രാർത്ഥനയാൽ ആ രാജ്യത്തിന്റെ മുഖച്ഛായ മാറി. എസ്തേറിന്റെയും മൊർദെഖായിയുടെയും കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു? പ്രാർത്ഥനയാൽ രാജാവിന്റെ ഉറക്കം കെടുത്തി. ആ രാത്രിയിൽ രാജാവിന് ഉറക്കം വന്നില്ല. പാവപ്പെട്ടവർ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ രാജകൊട്ടാരത്തിൽ രാജാവിന്റെ ഉറക്കം തടഞ്ഞു. അയാൾ പുസ്തകം മറിച്ചു നോക്കി. പ്രാർത്ഥന കാര്യങ്ങളെ മാറ്റുന്ന കണ്ടോ? നിനക്ക് കയറി ചെല്ലാൻ മേലാത്ത ഓഫീസിൽ ദൈവം തന്നെ ദൂതനെ അയക്കും. നിനക്ക് പോയി തൊടാൻ മേലാത്ത സ്ഥലങ്ങളിൽ ദൈവം സ്വപ്നത്തിൽ ഇടപെടും. ഞാൻ മുട്ടിയാൽ തുറക്കാത്ത വാതിൽ ദൈവം തനിയെ തുറക്കും. പ്രാർത്ഥനയാൽ കാര്യങ്ങൾ മാറുന്നത് കണ്ടോ? ദാനിയേലിന്റെ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കരുതെന്നൊരു കൽപ്പന ഇറങ്ങി. പ്രാർത്ഥിക്കരുതെന്ന് ആ കൽപ്പന കണ്ടപ്പോൾ ദാനിയേൽ ചിരിച്ചു. പ്രാർത്ഥിക്കരുതെന്ന് പറയാൻ ആർക്കാ അധികാരം? പ്രസംഗിക്കരുതെന്ന് വേണേ പറഞ്ഞു, പ്രാർത്ഥിക്കരുതെന്ന് പറയാൻ ആർക്കാ അധികാരം? ദാനിയേലിന്റെ മേശപ്പുറത്ത് ഒരു കത്ത് വന്ന് കിടക്കുക, ഗവൺമെന്റ് ഓർഡർ, അടുത്ത 30 ദിവസത്തേക്ക് പ്രാർത്ഥിക്കരുതെന്ന്. ദാനിയേൽ പുച്ഛഭാവത്തിലെടുത്തത്. പുള്ളി വീട്ടിൽ ചെന്ന് കഥക് തുറന്നിട്ട് പ്രാർത്ഥിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. കാരണം ഇത് കണ്ടോട്ടെന്ന്. എന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ദാനിയേൽ ഒരു സ്പെഷ്യൽ പ്രയർ ഒന്നും ചെയ്തില്ല, സാധാരണ പ്രയറേ ചെയ്തുള്ളൂ. മുമ്പ് ചെയ്തു വന്ന പോലെ 3 നേരം. അതെന്താ? ഇതിനു വേണ്ടിയൊന്നും അങ്ങനെ സ്പെഷ്യൽ പ്രയർ ആവശ്യമില്ലെന്നേ. പുള്ളിക്ക് നല്ല കോൺഫിഡൻസാ. അതിനൊരു അത്ഭുത രഹസ്യം എൻ്റെ പുറകിലുണ്ട്. പ്രാർത്ഥനാ ജീവിതം കൃത്യതയോടുകൂടെ കൊണ്ടുപോകുന്ന ഒരാളായതുകൊണ്ടാണ് ആ സമയത്ത് സ്പെഷ്യൽ പ്രയർ ഒന്നും പ്രഖ്യാപിക്കാഞ്ഞത്. കൃത്യമായ പ്രാർത്ഥനാ ജീവിതം ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള അവസരം വരുമ്പോൾ വല്ലാതെ പേടിച്ചു പോകും. സ്ഥിരമായ പ്രാർത്ഥനാ ജീവിതമുള്ള മനുഷ്യനായിരുന്നു ദാനിയേൽ. ഞാൻ ചോദിക്കുന്നു, ദാനിയേലിനേക്കാൾ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ദാനിയേലിനേക്കാൾ വിദ്യാഭ്യാസമുള്ള ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? ദാനിയേലിനേക്കാൾ പ്രായമുള്ളവരിവിടെ വന്നിട്ടുണ്ടോ? ഈ ദാനിയേലാണ് 3 നേരം മുട്ടുകുത്തി പ്രാർത്ഥിച്ചത്. ഇന്ന് രാത്രിയിൽ നമ്മളിവിടെ മെസ്സേജ് നിർത്തുക. മെസ്സേജ് തീർന്നു. അബ്രഹാം ദൈവത്തിന്റെ തീരുമാനത്തെ വീണ്ടും മാറ്റി. നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങൾക്ക് ദേശത്ത് സ്വാധീനമുണ്ടാകും. സ്തോത്രം. ഞങ്ങൾ 1 വർഷം മുമ്പ് പിറവത്തൊരു സിനിമാ തിയേറ്റർ വാടകയ്ക്കെടുത്തു. സിനിമാ തിയേറ്ററിന്റെ ഭിത്തിയുടെ പൊക്കം ഇതിന്റെ 3 ഇരട്ടി വരും. അത്രയും പൊക്കമുള്ള ഒരു ഇന്ത്യയുടെ പടം ഞങ്ങൾ വരച്ചു. അത്രയും വലിയൊരു പടം എവിടെയും ഞാൻ കണ്ടിട്ടില്ല. വരച്ചിട്ട് ഞങ്ങളുടെ ആ ഭാഗത്തുള്ള മുഴുവൻ വിശ്വാസികളും കൂടി ഈ ഓരോ സംസ്ഥാനത്തെയും തൊട്ടു പ്രാർത്ഥിച്ചു. എനിക്ക് അത്രയൊന്നും ഇതിനെക്കുറിച്ച് അറിവുണ്ടായിട്ടല്ലത് ചെയ്തത്, കർത്താവ് പറഞ്ഞതുകൊണ്ടങ്ങ് ചെയ്തു. പ്രാർത്ഥനയെക്കുറിച്ച് ഒരു ബോധം ആളുകൾക്കുണ്ടായി. ഒരിക്കലും പ്രാർത്ഥിക്കാത്ത ആളുകളും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ബീഹാറിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഒറീസയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പഞ്ചാബിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഛത്തീസ്ഗഡിന് വേണ്ടി പ്രാർത്ഥിച്ചു, ജാർഖണ്ഡിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഡൽഹിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കാശ്മീരിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഭോപ്പാലിന് വേണ്ടി പ്രാർത്ഥിച്ചു, MP-ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു.
ആന്ധ്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, തമിഴ്നാടിന് വേണ്ടി പ്രാർത്ഥിച്ചു, ത്രിപുരയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, മിസോറാമിന് വേണ്ടി പ്രാർത്ഥിച്ചു, മണിപ്പാലിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇങ്ങനെ ഇന്ത്യ മുഴുവനും നടക്കാൻ തുടങ്ങി. ഏതെല്ലാം സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ അവിടേക്കെല്ലാം ഇപ്പോൾ കൊച്ചു പിറവത്ത് നിന്ന് മിഷണറിമാർ പോയി തുടങ്ങി. നീ ഇന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് നാളെ നിന്നെ ദൈവമായേക്കും. നിങ്ങൾക്കറിയാമോ, പിറവത്ത് ഞങ്ങളുടെ സഭ ചെറുതാണ്. ആ സഭയിൽ നിന്ന് 5 കൺവെൻഷൻ ഈ കൊല്ലം ബീഹാറിൽ നടത്തി. അതെന്താ അതിൻ്റെ കാര്യം? ഒരു കണക്ക് ഞാൻ പറയാം. കേരളത്തിൽ നമ്മൾ നടത്തുന്ന കൺവെൻഷൻ, ഏറ്റവും ചെറിയ കൺവെൻഷനും 50,000 രൂപ ചിലവുണ്ട്. ഒരുവിധം നല്ല കൺവെൻഷന് 2 ലക്ഷം രൂപ ചിലവുണ്ട്. പങ്കെടുക്കുന്ന ആരാന്നറിയാമോ? 99% വിശ്വാസികൾ, അല്ല 100%. 99 എന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പം 100%. എങ്ങനെ മനസ്സിലായി? ഞാൻ യോഗസ്ഥലത്തിരിക്കുമ്പോൾ, പ്രസംഗിക്കാൻ എല്ലായിടത്തും പോകുന്നുണ്ടല്ലോ, പ്രസംഗ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ 3 കർത്തൃദാസന്മാർ പ്രാർത്ഥിക്കുമല്ലോ. അവർ പ്രാർത്ഥിക്കുന്ന ഇതാണ്: ഇന്ന് രാത്രി പാപികൾ മാനസാന്തരപ്പെടണം. അപ്പം ഞാൻ അടുത്തിരിക്കുന്ന ആളെ തോണ്ടി വെച്ച് ചോദിക്കും, പാപികൾ വന്നിട്ടുണ്ടോ? പിന്നെ എന്തിനാ ഇത് പ്രാർത്ഥിക്കുന്നത്? കപടതയല്ലേ ഇത്? പാപികൾ വരാൻ നിങ്ങൾ വല്ലതും ചെയ്തോ? ഇല്ല. നിങ്ങൾ എന്നാ ചെയ്തു? ഞങ്ങൾ നോട്ടീസ് അടിച്ച് സഭയെ കൊടുത്തു. എന്നാ നോട്ടീസ് അടിച്ചിരിക്കുന്നത്? വരുവീൻ സംബന്ധിപ്പി. കർത്താവ് പറഞ്ഞ എന്നാ? പോകുവീനെന്ന്. പോകാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് വരുവീനെന്ന് അടിക്കുക. ആരും വരുന്നില്ല, ഒറ്റ മനുഷ്യൻ വരുന്നില്ല. അപ്പോൾ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തോ? വിശ്വാസികളുടെ സംഗമം. വെളിയിൽ നിന്നാരും വരാത്തതിൽ ആർക്കും ഒരു സങ്കടവും ഇല്ല. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. ആരും വരുന്നില്ല. സന്ധ്യയായി ഉഷസ്സുമായി 2 ലക്ഷം രൂപ കത്തിപ്പോയി. ഒറ്റ മനുഷ്യൻ വന്നില്ല. എന്നിട്ട് പ്രാർത്ഥിക്കുക, ഇന്ന് രാത്രി പാപികൾ രക്ഷിക്കപ്പെടണം. എവിടെ പാപി? ഇതിനകത്തുള്ള പാപിയാ. അത് ഏതായാലും രക്ഷിക്കപ്പെടുകയല്ല. എനിക്ക് ഭയങ്കര സങ്കടമായി. ഈ യോഗങ്ങളിലെ പ്രസംഗിക്കാൻ പോക്ക് നിർത്തണം. ഡേറ്റ് ഇല്ലെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുക. പയ്യാവൂര് ഒരു യോഗത്തിന് പോയി. പയ്യാവൂരിൽ നിന്ന് വല്ലവരും വന്നിട്ടുണ്ടോ? പയ്യാവൂര് പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ പറയുക, ഭൂമി ഉണ്ടായിട്ട് ആദ്യത്തെ പരിപാടിയാന്ന്. ഞാൻ പറഞ്ഞ കേട്ടായിരുന്നോ? ഭൂമി ഉണ്ടായിട്ട് ആദ്യം എവിടെ സുവിശേഷയോഗം നടത്തി. അന്നേരം നമ്മൾ 300ാമത്തെ സുവിശേഷയോഗം ഒരു കവല നടത്തിയിട്ട് പറയുക, ഇത് 300ാമത്തെ യോഗാന്ന് നോട്ടീസിൽ എഴുതിയിരിക്കുക. നാണയില്ലല്ലോ. അപ്പോഴാണ് ഞാൻ ബീഹാറിലെ എബി സാറിനോട് ചോദിച്ചു, സാറേ, ഒരിക്കൽ പോലും സുവിശേഷയോഗം നടത്താത്ത ഒരു സ്ഥലത്ത് സുവിശേഷയോഗം നടത്താൻ എന്നാ ചിലവ് വരും? പാസ്റ്ററെ 20,000 റുപ്പീസേ ചിലവ് വരുള്ളൂ. ദൈവമേ, ഞെട്ടിപ്പോയി. ഇവിടെ 20,000 റുപ്പീസ് ഉണ്ടെങ്കിൽ ഒരു സ്പീക്കർ എടുക്കാൻ പറ്റുകയില്ല. അത് മതിയോ? മതി. അവിടെ ഇതിനു മുമ്പ് യോഗം നടന്നിട്ട് ഈശോ മിശിഹാ വന്നിട്ട് ഇന്ന് വരെ യോഗം നടക്കാത്ത സ്ഥലം. ഓക്കെ, അപ്പൊ ഞങ്ങൾക്കത് സഹകരിക്കാൻ പറ്റുമോ? പറ്റും. പാസ് പ്രസംഗിച്ചോ, ഞാൻ തർജ്ജമ ചെയ്തോളാം. ഞാൻ പറഞ്ഞു, എൻ്റെ പോലെ സാറേ അത് ശരിയാവില്ല. നേരിട്ട് പറഞ്ഞിട്ട് തന്നെ തിരിയുന്നില്ല, പിന്നെയാണ് തർജ്ജമ. ഇതെല്ലാം നമ്മൾ അനുഭവത്തിൽ പഠിച്ചതാ. നേരിട്ട് പറഞ്ഞിട്ട് തന്നെ പകുതി പേർക്കെ പകുതി തിരിയുന്നുള്ളൂ. കാരണം ഞങ്ങളുടെയൊക്കെ കുറ്റമാണ് അത് സ്പീഡ് കൂടി പോകുന്നതും ഞങ്ങളുടെ ഡയലോഗിൻ്റെ പ്രശ്നമൊക്കെ അത്. എന്നിട്ട് ഇനി അത് ഹിന്ദിയിലോട്ടാക്കി, അതൊക്കെ വലിയ പാടാ. സാറങ്ങ് ഹിന്ദി പറഞ്ഞു, ഞങ്ങൾ പറയുന്നു പ്രാർത്ഥിച്ചോളാം. യോഗം 1 നടത്തി, 600 പേര് പങ്കെടുത്തു, 16 പേര് സ്നാനപ്പെട്ടു. ജീവിതത്തിൽ ആദ്യമായിട്ട് സുവിശേഷം കേട്ടവരാ. വാതിൽ തുറന്നു കിടക്കുക. ബീഹാറിൽ പോകുന്നവരെ മുഴുവൻ ഒരു കാലത്ത് കൊന്നുകൊണ്ടിരുന്നു. ഇപ്പൊ ഈ കൊല്ലാൻ പോകുന്നവരെ എവിടെ പോയെന്ന് അറിയാൻ മേല. ദൈവം കണ്ണു കെട്ടിയിരിക്കുക. എങ്ങനെ സംഭവിച്ചെന്നറിയാവോ? പ്രാർത്ഥനയുടെ മറുപടിയാ. ആര് പ്രാർത്ഥിച്ചു? ഒരുപാട് പേര് പ്രാർത്ഥിച്ചു. ബീഹാറിന് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിച്ചു. ഒറീസയ്ക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിച്ചു. ഇന്ത്യക്ക് വേണ്ടി ലക്ഷങ്ങൾ പ്രാർത്ഥിച്ചു. മറുപടി വന്നു തുടങ്ങി. വിശുദ്ധന്മാർ പട്ടണങ്ങളിൽ മുറി വാടകയ്ക്കെടുത്ത് പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആരും അറിയുന്നില്ല. അഭിഷിക്തന്മാർ എല്ലാ സ്ഥലങ്ങളിലും നടന്ന് പ്രാർത്ഥിച്ചു. ഇന്ത്യയുടെ സ്ഥിതി ദൈവം മാറ്റിക്കൊണ്ടിരിക്കുക. ആരെയും ഇപ്പോൾ അടിക്കുന്നില്ല, ഓടിക്കുന്നില്ല. കൂട്ടമായി ജനങ്ങൾ മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വലിയ മാറ്റം ഭാരതത്തിൽ ദൈവം വരുത്തിക്കൊണ്ടിരിക്കുന്നു.
നിങ്ങൾ അറിയുന്നുണ്ടോ? 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 അടുത്ത യോഗം നടത്തി. ഒരു ഡ്രൈവർ മുന്നോട്ട് വന്നു, 25,000 രൂപ ഇങ്ങോട്ട് എടുത്തു തന്നു. ഒരു യോഗം എൻ്റെ വക. ഡ്രൈവർ അത്രയും തരുമ്പോൾ പിന്നെ എഞ്ചിനീയർക്ക് നാണം വരികയില്ലേ? അങ്ങനെ പലരും ഇപ്പൊ നാണം വന്നിട്ട് തന്നോണ്ടിരിക്കുക. ഇപ്പൊ 10 കൺവെൻഷന്റെ ഫണ്ട് കെട്ടിക്കിടക്കുക. അപ്പൊ മനസ്സിലായോ? കാശിന്റെ അല്ല ഇത് പറയുന്നത്. 10 കൺവെൻഷന്റെ ഫണ്ട് ഇപ്പൊ നിൽക്കുകയെന്നേ. ഈ വലിയ ചൂടൊന്ന് കഴിഞ്ഞിട്ട് പോകാൻ നിൽക്കുക. ഒക്ടോബർ നവംബർ ബീഹാറിന് വേണ്ടി വെച്ചിരിക്കുക. 10 കൺവെൻഷൻ ഈ വർഷം ഞങ്ങൾ അവിടെ നടത്തും. നിങ്ങൾ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. പണ്ടൊക്കെ ഒരു വിചാരം ഉണ്ടായിരുന്നു ഗൾഫിൽ പോയാലേ കാര്യം നടക്കണമെന്ന്. ഒരു കാര്യമില്ല, കേരളത്തിൽ നിന്ന കാര്യം നടക്കും. ആ, സ്വോത്രം 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 സ്വോത്രം. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാക്കളെ വേണോ? വേണമെങ്കിൽ മതി, വേണമെങ്കിൽ മതി. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. അത് സായിപ്പന്മാരെ ഏൽപ്പിച്ചിട്ടില്ല, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു. നമുക്ക് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ ഒരു സ്റ്റേറ്റിന് വേണ്ടി പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ച് ആ സ്റ്റേറ്റിനെ നിങ്ങൾ അങ്ങ് ദത്തെടുക്കുക. നിങ്ങളുടെ മക്കളെ മിഷണറിമാരാകാൻ സമർപ്പിക്കുക. സ്തോത്രം സ്തോത്രം സ്തോത്രം. നിങ്ങളുടെ മക്കൾ ആരാകണം? ഒന്ന് മനസ്സിലൊന്ന് ധ്യാനിച്ച് ആരാകണം? സ്തോത്രം. വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് വെച്ച് ഞാൻ ഒരു എഞ്ചിനീയറുടെ കല്യാണം നടത്തി. കല്യാണ മധ്യത്തിൽ ഞാൻ പറഞ്ഞു, ഇന്ന് ഇവനൊരു എഞ്ചിനീയറാണ്, പക്ഷെ ഞാൻ ഈ കുടുംബത്തിൽ ഒരു മിഷണറിയെ കാണുന്നു എന്ന് പറഞ്ഞു. കുറെ കാലം കഴിഞ്ഞ ഒരു കാനഡയ്ക്ക് പോയി. കാനഡ ഞാൻ അറിഞ്ഞു അവരവിടെ മിഷൻ വർക്കാണ്. ചെറിയ തോതിലല്ല, നല്ല നിലയിൽ ദൈവം അവരെ ഉപയോഗിക്കുകയാണ്. ചുറ്റിക്കറങ്ങി ഞാൻ ഇപ്രാവശ്യം അവിടെ ചെന്നപ്പോൾ ആ ചെറുപ്പക്കാരൻ വന്ന് എൻ്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ അന്ന് പറഞ്ഞത് നടന്നു. ഞാൻ അടുത്തൊരു സ്റ്റെപ്പ് വെക്കാൻ പോവുകയാണ്, എന്നെ പ്രാർത്ഥിച്ചയക്കണമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചയച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കൾ ആരാകണം? സ്തോത്രം. അയ്യോ പാസ്റ്ററെ, മക്കൾക്ക് വിളിയില്ലല്ലോ, അതുകൊണ്ടാ. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, എഞ്ചിനീയർ ആകാൻ വിളിയുണ്ടോ? ഡോക്ടറാകാൻ വിളിയുണ്ടോ? ഉണ്ട്. അതെങ്ങനെ ഉണ്ടായതാ? 2 വയസ്സ് തൊട്ട് നിങ്ങൾ ചെവി പറഞ്ഞു ഡോക്ടറാകണം, 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 ഡോക്ടറാകണം. അന്നേരം വിളിയുണ്ടായി. എഞ്ചിനീയർ ആകണം, എഞ്ചിനീയർ ആകണം, അന്നേരം വിളിയുണ്ടായി. പാസ്റ്റർ ആകണമെന്ന് പറഞ്ഞു നോക്കി, വിളിയുണ്ടാവും. ആ, പറഞ്ഞു നോക്ക്, പറഞ്ഞു നോക്ക്, പറഞ്ഞു നോക്ക്. ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മോൻ അവൻ്റെ മമ്മിയോട് ചോദിക്കുക, ഈ പപ്പായ്ക്ക് വേറെ ഒന്നും പറയാനില്ലേ? എന്നിട്ട് അവനൊരാളെ കാണിച്ചു. അങ്ങനെ പറയുന്നത് പിണക്കമൊന്നും തോന്നരുത്. ഒരു സൂചനയിലും ചെയ്യല, ചുമ്മാ ഇങ്ങനെ പിരിവിന് വേണ്ടി മാത്രം വരുന്ന ഒരാളുണ്ട്. പുള്ളിയോട് ശുശ്രൂഷ എന്നാന്ന് ചോദിച്ചാൽ വീടുകൾ സന്ദർശിക്കുക, സംഭാവനകൾ സ്വീകരിക്കുക. അതാ ശുശ്രൂഷ. അതുപോലെ ഞാൻ ആകാനാണോ പപ്പ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വേണ്ട, നീ അതുപോലെ ഒന്നും വേണ്ട, നീ പറയുന്ന കോഴ്സ് നിന്നെ പഠിപ്പിക്കാം. ദൈവം നിന്നെ വിളിക്കുമ്പോൾ ഓർത്തോണം, ഭൂമിയിൽ എല്ലാറ്റിനേക്കാളും വലുതാണ് സുവിശേഷ വേല. ഭൂമിയിൽ എല്ലാറ്റിനേക്കാളും വലുതാണ് സുവിശേഷ വേല. അതേ ഞാൻ പറഞ്ഞതിൻ്റെ ആശയമുള്ളൂ. സ്തോത്രം. നിന്റെ മക്കൾ ആരാകണമെന്ന് ചിന്തിച്ചേ. നിങ്ങൾ ഈ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ ഇവിടെ തുടങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്നറിയാവോ? നിങ്ങളിൽ ചിലർ ജോലി വിടും. അതുകൊണ്ട് ആലോചിച്ചിട്ട് മതി. പ്രെയർ കോൺഫറൻസ് ഇപ്പൊ തീർന്ന ആശീർവാദം പറയുക. മധ്യസ്ഥ പ്രാർത്ഥന ഇനിയും തുടരണോ വേണ്ടിയെന്ന് ആലോചിച്ചിട്ട് മതി. ഞങ്ങളിങ്ങനെ പറഞ്ഞെന്നോർത്തൊന്നും പ്രാർത്ഥിക്കൊന്നും വേണ്ട. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ വീടിന്റെ സ്ഥിതി മാറും, നിങ്ങളുടെ കുടുംബത്തിന്റെ സ്ഥിതി മാറും, നിങ്ങളുടെ ചിന്ത മാറും, നിങ്ങളുടെ കാഴ്ചപ്പാട് മാറും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വേലയ്ക്ക് പോകും. നിങ്ങളുടെ മക്കൾ പുസ്തകം എടുത്തോണ്ടിറങ്ങും. അന്നേരം പിള്ളേരെ പുറകോട്ട് വലിക്കരുത്. അന്നേരം പിള്ളേരെ പുറകോട്ട് വലിക്കരുത്. ഇതൊരു ഉണർവിന്റെ ആരംഭമേ ആയിട്ടുള്ളൂ. ഇവിടെ നിന്ന് മിഷണറിമാർ പുറപ്പെടാൻ പോകുന്നു. ഇവിടെ നിന്ന് കൊയ്ത്തിലേക്ക് ആളുകൾ പോകാൻ പോകുന്നു. കൊയ്ത്തുപാട്ട് ഒരു പ്രാവശ്യം കൂടെ നമ്മൾ കേട്ട് അവസാനിപ്പിക്കാൻ പോവുക. പ്ലീസ്.
പ്രാർത്ഥന ആരംഭിച്ചു പോയെങ്കിൽ നിങ്ങളുടെ വീടിന്റെ അവസ്ഥ മാറും. നിങ്ങൾ വിചാരിച്ച പോലെ ആയിരിക്കില്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ചിന്തിക്കാൻ പോണത്. നിങ്ങളുടെ മക്കൾ പറയും, പപ്പ ഞാൻ ഒറീസയ്ക്ക് പോകാൻ തീരുമാനിച്ചു. നിങ്ങളുടെ മകൾ പറയും, MBBS കഴിഞ്ഞ മകൾ പറയും, പപ്പ ഞാൻ ബീഹാറിന് പോകാൻ തീരുമാനിച്ചു. ആലോചിച്ചിട്ട് പ്രാർത്ഥിക്കാവുള്ളൂ. ഇല്ലെങ്കിൽ ഇന്നാൾ പ്രാർത്ഥിച്ചതുപോലെ പാസ്പോർട്ടിനും വിസയ്ക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിച്ചോ. മിഷണറിമാർക്ക് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ കൈകൊട്ടി പോലെയൊന്നും അല്ല. കളിയങ്ങ് മാറാൻ പോവുക. ഒരു കൊയ്ത്തിന്റെ സമയം വന്നിരിക്കുന്നു. ഭാരതത്തിന്റെ ഉണർവ് ആരംഭിച്ചിരിക്കുന്നു. ആത്മാക്കളുടെ വലിയ കൊയ്ത്ത് നമ്മുടെ തലമുറയിൽ നാം കാണാൻ പോകുന്നു. ഒരു വലിയ കൊയ്ത്തിനായി ദൈവം നമ്മെ വിളിക്കുന്നു. ഹല്ലേലൂയ. കണ്ണുകളടയ്ക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് കർത്താവിന്റെ ദാസനോട് ചേർന്ന് ആ കൊയ്ത്തിന്റെ പാട്ട് പാടി സന്തോഷിക്കാം, ദൈവത്തെ ആരാധിക്കാം. ആ സമയത്ത് ഈ പ്രയർ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്ന ജോസ് പാസ്റ്റർ മുന്നോട്ട് വരും. അദ്ദേഹം പ്രത്യേക ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നിങ്ങളെ മുന്നോട്ട് വിളിക്കും. സമയമൊന്നും പോയിട്ടില്ല. ആ പ്രാർത്ഥന ഇവിടെ നടക്കാൻ പോവുകയാണ്. പാട്ട് നമുക്ക് ചേർന്ന് പാടാം. വയലു വിളയണ കാഴ്ച കണ്ടൻ കണ്ണു കുളിരുമ്പോൾ ഞാൻ വചനമോർക്കുന്നു, ദൈവ വചനമോർക്കുന്നു. വയലു വിളയണ കാഴ്ച കണ്ടൻ കണ്ണു കുളിരുമ്പോൾ ഞാൻ വചനമോർക്കുന്നു, ദൈവ വചനമോർക്കുന്നു. കൊയ്ത്തിന്റെ നാളുകളെണ്ണി വയലു നിറയുന്നു, സ്വർണ്ണ കതിരു കായ്ക്കുന്നു. വെയിലും മഴയുമേറ്റ് കതിരു പാടുന്നു, വലിയ വയലു പാടുന്നു. സുവിശേഷ വേല ചെയ്യാൻ വാ, നല്ല യജമാനെ സേവ ചെയ്യാൻ വാ. സ്ഥാനമാന കൂടുവിട്ട് വാ, നല്ല ശിഷ്യനായി ക്രൂശുമേന്തി വാ. ദൈവരാജ്യം കടുക് മണി പോലെ നിധി ഒളിപ്പിച്ച വയലു പോലെ ആരും കൊതിക്കുന്ന മുത്തുപോലെ കാത്തു നിൽക്കുന്ന മണവാട്ടി പോലെ. അതുകൊണ്ട് സമയമില്ല എന്നു ചൊല്ലി മറുതലിക്കല്ലേ, നീ അലസനാവല്ലേ. കള്ളനെ പോൽ കൊള്ള നേടാൻ നാഥൻ വന്നിടുമേ, നിന്റെ കണക്ക് തീർത്തിടുമേ. സുവിശേഷ വേല ചെയ്യാൻ വാ, നല്ല യജമാനെ സേവ ചെയ്യാൻ വാ. സ്ഥാനമാന കൂടുവിട്ട് വാ, നല്ല ശിഷ്യനായി ക്രൂശുമേന്തി വാ. കൊയ്ത്തിനായി വയലേറെ ഉണ്ടെങ്കിലും തോഴ വേലക്കാരോ ചുരുക്കം. തോളോട് തോൾ ചേർന്ന് പോകാം നാം ഒരുമിച്ച്, യജമാനൻ വരുവാൻ കാലമായി. നല്ല യജമാനൻ വരുവാൻ കാലമായി. നമ്മുടെ തമ്പുരാൻ വരുമ്പോ അവന്റെ മുമ്പിൽ ചില നല്ല കതിരുകളും മാറോട് ചേർത്ത് നിൽക്കുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഇന്ന് ദൈവദാസൻ പറഞ്ഞതുപോലെ ചില കതിരുകളുമായിട്ട് ആ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ചേർന്ന് ചെല്ലുവാൻ ഇടയായി തീരട്ടെ. ചടിചട് 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 ഉയരും കാഹളനാദം കേട്ടില്ലേ, കേട്ടില്ലേ, കേൾക്കുന്നില്ലേ? തകതക തകതിമി തകതിമി കൊയ്ത്തിൻ ആർപ്പുനാദം കേട്ടില്ലേ?
കണ്ണീരുകളെല്ലാം മാറി ചേർത്ത് വേഗത്തിൽ, ആഹാ വേഗത്തിൽ ആനന്ദ കണ്ണീർ വീഴ്ത്തും ഭക്തൻ, കണ്ണീർ വീഴ്ത്തും ഭക്തന്മാർ നൃത്തത്തോടെ പാടുന്നേ, ജയഘോഷം പാടുന്നേ. ഇനി കണ്ണീരില്ല, മുറവിളിയില്ല, ദുഃഖമില്ല, നിത്യതയിൽ ദൂതന്മാരും മൂപ്പന്മാരും ചേർന്നു പാടും നിത്യതയിൽ. ഇനി കണ്ണീരില്ല, മുറവിളിയില്ല, ദുഃഖമില്ല, ദൂതന്മാരും മൂപ്പന്മാരും ചേർന്നു പാടും. എവിടെ? നിത്യതയിൽ. അന്നാളിൽ തള്ളപ്പെട്ട് നെഞ്ചം കീറി കണ്ണീർ വാർത്ത കാര്യമില്ല സോദരാ. അതുകൊണ്ട് അനുതാപമോടെ നിൻ പാപത്തിൻ വഴി മാറ്റി യേശുവിനെ നേടുക. ഇന്ന് രാത്രിയിൽ ഇപ്പോ യേശുവിനെ നേടുക. യേശുവിനെ സ്വീകരിച്ചവർക്ക് സന്തോഷത്തിന് ഒരു അതിരിയില്ല. കരങ്ങളെ ചേർത്തെടുത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഓ വയലു വിളയണ കാഴ്ച കണ്ടൻ കണ്ണു കുളിരുമ്പോൾ ഞാൻ വചനമോർക്കുന്നു, ദൈവ വചനമോർക്കുന്നു. കൊയ്ത്തിന്റെ നാളുകളെണ്ണി വയലു നിറയുന്നു, സ്വർണ്ണ കതിരു കായ്ക്കുന്നു. വെയിലും മഴയുമേറ്റ് കതിരു പാടുന്നു, വലിയ വയലു പാടുന്നു. സുവിശേഷ വേല ചെയ്യാൻ വാ, നല്ല യജമാനെ സേവ ചെയ്യാൻ വാ. സ്ഥാനമാന കൂടുവിട്ട് വാ, നല്ല ശിഷ്യനായി ക്രൂശുവേന്തി വാ. സുവിശേഷ വേല ചെയ്യാൻ വാ, നല്ല യജമാനെ സേവ ചെയ്യാൻ വാ. സ്ഥാനമാന കൂടുവിട്ട് വാ, നല്ല ശിഷ്യനായി ക്രൂശുവേന്തി വാ. ഇന്ന് രാത്രി ചില രോഗികൾക്കായി കർത്താവിന്റെ ദാസൻ ബാബു ചെറിയാൻ പാസ്റ്ററും വിജയഞ്ചൽ പാസ്റ്ററും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. തകർന്ന ചിലർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ചിലർ എന്നെ വിളിച്ച് ഒത്തിരി പ്രയർ റിക്വസ്റ്റ് പറഞ്ഞു. ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന ചിലർ ഇതിനകത്ത് നിൽപ്പുണ്ട്. ചില കുഞ്ഞുങ്ങൾ ചെന്ന് പറഞ്ഞ് ചില ഹൈന്ദവ മാർഗത്തിൽ നിന്ന് ആ ഒരു ആരാധനയിൽ മാത്രം പങ്കെടുത്ത ചില ടീച്ചേഴ്സ് തുടങ്ങിയതിൻ്റെ അന്ന് തൊട്ട് ഇന്ന് രാത്രി വരെ ഇവിടെ നിൽക്കുക. ചില മുസ്ലിം സഹോദരങ്ങൾ ഇതിൻ്റെ നടുവിൽ നിൽക്കുന്നു. തകർന്നവർ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ മീറ്റിംഗ് അവസാനിക്കൂ. തലമുറയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ മീറ്റിംഗ് അവസാനിക്കൂ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ മീറ്റിംഗ് അവസാനിക്കൂ. പക്ഷേ ഈ പാട്ട് പാടിയപ്പോൾ ആരംഭത്തിൽ ജോലിയോടുള്ള ബന്ധത്തിലായാലും ജോലി ഇല്ലാത്തവരായാലും എനിക്ക് സുവിശേഷം പറയണം. സുവിശേഷ വേലയ്ക്കായി ഇന്ന് രാത്രി ഓർഡിനേഷൻ ഒന്നുമല്ല. കർത്താവിൻ്റെ ദാസന്മാരെ കൈവയ്ക്കണം. എനിക്ക് ക്യാമ്പുകളിലേക്ക് പോകണം, എനിക്ക് ചില ഭവനങ്ങളിലേക്ക് പോകണം. ഇന്ന് പകൽ കേട്ടതുപോലെ ചില തകർന്ന കുടുംബങ്ങളിലേക്ക് എനിക്ക് പോകണം. അങ്ങനെ വിളിയുള്ളവർ ഏറ്റവും ലാസ്റ്റിൽ നിന്നാലും മതി. ഓടിവാ, എനിക്ക് യേശുവിന് വേണ്ടി നിൽക്കാൻ. സുവിശേഷ വേലയ്ക്ക് താല്പര്യമുള്ള സഹോദരിമാർ ഓടി വന്നാട്ടെ. ഇവിടെ സഹോദരന്മാർ ഓടി വന്നാട്ടെ. കർത്താവിൻ്റെ ദാസന്മാർ അവർക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കാൻ പോകുക. എനിക്ക് യേശുവിനായി ഈ വയലിലേക്ക് ഇറങ്ങണം, ഈ കൊയ്ത്തിനായി. മറ്റു രോഗികളാരും വരണ്ട, രോഗികളാരും വരണ്ട, കടഭാരമുള്ളവരും വരണ്ട. എനിക്ക് യേശുവിനെ പറയണം. എൻ്റെ ഉള്ളിലൊരു ആത്മഭാരമുണ്ട്. ഞാൻ അധിവസിക്കുന്ന വളണ്ടിയേഴ്സ്, ദൈവ സഹോദരന്മാർ വേഗത്തിൽ വന്ന് ഈ കസേര അല്പം പുറകോട്ട് മാറ്റി. ഓടിവാ. എനിക്ക് ഈ ജോലിയോടുള്ള ബന്ധത്തിൽ ഈ രാജ്യത്ത് എനിക്ക് യേശുവിനെ പറയണം. ഈ 3 ദിനരാത്രങ്ങളിൽ നടന്ന ഈ പ്രയർ കോൺഫറൻസിലെ ദൈവവചനം എനിക്ക് ഇടിവ് നിൽക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചു. ഞാൻ ഇടിവ് നിൽക്കുമ്പോൾ എൻ്റെ സഹോദരൻ വിടുവിക്കപ്പെടുന്നു. ഞാൻ ഇടിവ് നിൽക്കുമ്പോൾ എൻ്റെ ദേശം വിടുവിക്കപ്പെടുന്നു. പുറകിൽ നിൽക്കുന്ന മറ്റുള്ളവർ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നാട്ടെ. ഈ രാജ്യത്ത് സ്വർഗം ഒരു കൊയ്ത്തിനായി
ഈ പ്രിയപ്പെട്ടവരെ അയക്കാൻ പോവുക. കർത്താവിൻ്റെ ദാസന്മാർ അവരുടെ മേൽ കൈവച്ചവരെ ശുശ്രൂഷയ്ക്കായി ഇറക്കി വിടാൻ പോകുക. ഇതൊരു സഭയുടെ മീറ്റിംഗ് അല്ല, ഇതൊരു സംഘടനയുടെ മീറ്റിംഗ് അല്ല, ഇത് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരുടെ മീറ്റിംഗ്. കർത്താവിൻ്റെ ദാസന്മാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ഈ ദേശം പിടിക്കുകയാണ്. പ്രാർത്ഥിച്ചവർ പുറകോട്ട് യേശുവിൻ നാമത്തിൽ Thank you, Jesus. When he calls me, I'll answer. When he calls me, when he calls me, I will answer. I was somewhere working for my Lord. I was somewhere working. I was somewhere working. I was somewhere working for my Lord. I was somewhere working. I was somewhere working. I was somewhere working for my Lord. In the byways, in the highways, in the byways, in the highways, in the byways, in the highways, I was somewhere working for my Lord. I was somewhere working. I was somewhere working for my Lord. I was somewhere working. I was somewhere working. I was somewhere working for my Lord. In the mountains, in the valleys, in the mountains, in the valleys, in the mountains, in the valleys, I was somewhere working for my Lord. I was somewhere working. I was somewhere working. I was somewhere working for my Lord. I was somewhere working. I was somewhere working. I was somewhere working for my Lord. ഞെരുക്കമാകിലും സാരമില്ല, പോയിടും ഞാൻ താൻ വിളിച്ച, പോയിടും ഞാൻ യേശുവിനാ ഏതു നാട്ടിലും, യേശുവിനാ പോകും
ചെയ്യും യേശുവിനായനന്ത്യത്തോളവോ യേശുവിനായി ഞാൻ പോകും യേശുവിൻ വേല ചെയ്യും യേശുവിനായി എന്നന്ത്യത്തോളം യേശുവിനായി ഞാൻ പോകും യേശുവിൻ വേല ചെയ്യും യേശുവിനായി അന്ത്യത്തോളമോ യേശുവിനായി ഞാൻ പോകും യേശുവിൻ വേല ചെയ്യും യേശുവിൻ